ഏറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവഷ്ടമീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശ്വര കൃപയും സമാധാനവും. തന്റെ ചരിത്ര ദൗത്യം പൂർത്തിയാക്കി ഫ്രാൻസിസ് പാപ്പ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. അദ്ദേഹത്തിന്റെ സംസ്കാര ശുശ്രൂഷകൾ പുരോഗമിക്കുന്നതിനിടെ ലോകത്തെമ്പാടും വിധങ്ങളായ ചർച്ചകൾ മാർപ്പാപ്പയുടെ ജീവിതത്തെ സംബന്ധിച്ച് ഉയർന്നു വരുന്നുണ്ട്. എന്റെ ഓർമ്മയിൽ 5 പരിശുദ്ധ പിതാക്കന്മാർ ദൈവസന്നിധിയിലേക്ക് യാത്രയായിട്ടുണ്ട്. പോൾ 6 മാർപ്പാപ്പ, പോൾ 1 മാർപ്പാപ്പ, പോൾ 2 മാർപ്പാപ്പ, ബെനഡിക്റ്റ് പാപ്പ, ഫ്രാൻസിസ് പാപ്പ. ഓരോ പാപ്പമാരും തങ്ങളുടെ ജീവിത നിയോഗം തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ചവരാണ്. അവരുടെ പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ട്. ഇന്ന് ഏറെ വിവാദത്തിനിടയാകുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ജീവിതത്തിലെ നിലപാടുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ മുൻകാല പിതാക്കന്മാരും ഇപ്രകാരം തങ്ങളുടെ ജീവിതകാലത്ത് എന്താണോ ആധുനിക കാലം ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് പ്രവർത്തിച്ചവരാണെന്ന് കാണാം. അതേക്കുറിച്ച് ദീർഘമായി സംസാരിക്കാനല്ല, എങ്കിലും ഓരോ പിതാക്കന്മാരും സഭയെ നയിച്ചിട്ടുള്ളത് പരിശുദ്ധാത്മാവിലാണ്. ഫ്രാൻസിസ് പാപ്പ ഒരു വ്യാജ പാപ്പയായിരുന്നുവെന്നും അവസാനത്തെ പാപ്പയാണെന്നും പേപ്പസിയെ തകർത്തവനാണെന്നും ദൈവനിഷേധിയാണെന്നുമുള്ള പ്രചാരണങ്ങൾ നിരവധിയായി സമൂഹമധ്യത്തിൽ നടക്കുന്നുണ്ട്. മാർപ്പാപ്പയുടെ പുരോഗമനപരമായ പ്രവൃത്തികളെ ലോകം വാഴ്ത്തുമ്പോഴും സഭയ്ക്കകത്ത് ഒരു വിഭാഗം എപ്പോഴും പാപ്പയ്ക്കെതിരായി ചിന്തിക്കുന്നു. തന്റെ ഔദ്യോഗിക പദവി ഏറ്റെടുത്ത് ശുശ്രൂഷ ആരംഭിച്ച നാൾ മുതൽ നിരന്തരമായി ഇത്തരത്തിൽ പാപ്പ ആക്രമിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് പാപ്പ ആക്രമിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുൻപ് പരിശുദ്ധ സിംഹാസനത്തെയും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുകളെയും നാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം. ദൈവം എപ്പോഴും കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾക്കനുസൃതമായി സഭയെ നയിക്കുകയാണ് ചെയ്യുക. തിരഞ്ഞെടുക്കപ്പെടുന്നവരാരാണെങ്കിലും അവരിലൂടെ ദൈവം ഈ ദൗത്യം നിറവേറ്റും. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്കൊക്കെ മനസ്സിലാകുന്ന നമ്മുടെ ജീവിത പരിസരത്തുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമാക്കാം. എൻ്റെ പൂർവ്വ ഇടവക പള്ളിയിൽ, അവിടെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കടന്നു പോകുന്നത്. ആ ഇടവക പള്ളിയിൽ വെച്ചുണ്ടായ ചില അനുഭവങ്ങൾ ഞാൻ പറയാം. അന്ന് 3 പുരോഹിതന്മാർ സജീവമായ വിശ്വാസത്തിലേക്ക് ഞാൻ കടന്നു വന്ന നാളുകളിൽ ഇടവക ദേവാലയത്തിലുണ്ട്. ആദ്യമുണ്ടായിരുന്ന അച്ഛൻ ഭൗതിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളായിരുന്നു. പള്ളിക്കകത്ത് എങ്ങനെയാണ് കസേരകൾ വേണ്ടത്, എല്ലാവർക്കും ഫാൻ കിട്ടാൻ എന്ത് ചെയ്യണം, എല്ലാവർക്കും വെളിച്ചം കിട്ടണം, എല്ലാവർക്കും പ്രാർത്ഥനാ പുസ്തകം ഉണ്ടാകണം, ചിട്ടയായി കാര്യങ്ങൾ നടക്കണം എന്നൊക്കെ നിലപാടുള്ള ഒരു പുരോഹിതൻ. വലിയ ആധ്യാത്മികതയൊന്നും പറയാൻ അറിയില്ലാത്ത, അല്ലെങ്കിൽ അത്തരത്തിൽ നന്നായി പ്രസംഗിക്കാൻ കഴിയാത്ത ഒരു പുരോഹിതൻ. അദ്ദേഹം ഉച്ചസമയത്ത് ഉറങ്ങാറില്ല. രോഗികളെ സന്ദർശിക്കാനായിട്ട് പോകും. തന്റെ കയ്യിൽ ഏതെങ്കിലും വിധേന വെഞ്ചരിപ്പിന് പോകുമ്പോഴോ ഒക്കെ കിട്ടുന്ന സമ്പാദ്യം അതെന്താണെന്ന് തുറന്നു നോക്കാതെ മുൻപിൽ വരുന്ന ആവശ്യക്കാരനായി കൊടുക്കും. വഴിയിൽ കാണുന്നവന് കൊടുക്കും. കുട്ടികളോടൊക്കെ സൗഹാർദ്ദം പ്രഖ്യാപിക്കുന്ന, ഒരു സന്തോഷവാനായി ജീവിച്ച, രോഗങ്ങളെയും അസ്വസ്ഥതകളെയും ഒക്കെ സന്തോഷത്തോടെ സഹിച്ച ഒരു പുരോഹിതൻ. പ്രകടമായ ആധ്യാത്മികതകളൊന്നും കാണിക്കാതെ സിസ്റ്റമൊക്കെ ശരിയാക്കി കൊണ്ടുപോയി ജനത്തെ കൂട്ടായ്മയിൽ നിർത്താൻ വേണ്ട പ്രവൃത്തികൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരുന്ന ഒരാൾ. അന്ന് ആ ഇടവക ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാറുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ക്രമമായി നിർവഹിക്കാനുള്ള പ്രേരണ ഉണ്ടാകുന്നു. അദ്ദേഹം ഇടവകയിൽ നിന്ന് പോകുന്ന സമയത്ത് ഇടവകയിലേക്ക് വരുന്നത് വടവാതൂർ സെമിനാരിയിൽ നിന്ന് വരുന്ന ആരാധനാക്രമത്തെ കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്നൊരു പുരോഹിതനാണ്. അപ്പൊ അന്ന് വരെ പള്ളിയിൽ ബേമയില്ല, വചനപീഠം ഇല്ല. പെട്ടെന്നൊരു വചനപീഠം പ്രത്യക്ഷപ്പെടുന്നു.
വചനം പ്രഘോഷിക്കുന്നത് വചനപീഠത്തിൽ, പിന്നെ തിരികെ ബലിവേദിയിലേക്ക് പോകുന്നു. അങ്ങനെ ആരാധനാക്രമം കുറെ കൂടി വിപുലമാക്കപ്പെടുന്നു. ദീർഘമായ കുർബാന, വചനം പഠിപ്പിക്കാൻ ക്ലാസുകൾ, വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ആരാധനയുമൊക്കെ നീണ്ടുപോകുന്ന ശുശ്രൂഷകൾ, അങ്ങനെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സമൃദ്ധമായൊരു കാലം ഈ പുരോഹിതൻ കൊണ്ടുവരുന്നു. അദ്ദേഹം സ്ട്രക്ചറിലേക്കൊന്നും നോക്കുന്നില്ല, അദ്ദേഹം ഈ ഭാഗത്ത് മാത്രം കേന്ദ്രീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് ദേവാലയത്തിൽ പോകുന്നത് ആളുകൾക്ക് ഭയമായിരുന്നു. കാരണം സമയം പറയാൻ കഴിയില്ല, അത് ചിലപ്പോൾ ദീർഘമായി നീണ്ടുപോകാം. അത് കഴിഞ്ഞ് മറ്റൊരു പുരോഹിതൻ വരുന്നു. അദ്ദേഹം ക്ലിപ്തമായ സമയത്ത് കാര്യങ്ങൾ ചെയ്യുന്ന, ദീർഘമായ ചടങ്ങുകൾക്കൊന്നും താല്പര്യമില്ലാത്ത ഒരു പുരോഹിതൻ. അദ്ദേഹം വേഗം എടുത്തു മാറ്റുന്നു, എന്നിട്ട് ബലിവേദിയിൽ തന്നെ വചനവും ശുശ്രൂഷിക്കുന്നു. അപ്പൊ ഇത് കണ്ട ഇടവകയിലെ ഒരാൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യം, ഇതെന്ത് കോമാളിത്തമാണ്? ഒരാൾ വന്നു ഇങ്ങനെയൊക്കെ കാണിക്കുന്നു, അടുത്തയാൾ വരുന്നു, അയാൾ വേമ കൊണ്ടുവരുന്നു, വചനവേദി കൊണ്ടുവരുന്നു, ആരാധനാക്രമം ഭയങ്കരമാക്കുന്നു. വേറൊരാൾ വരുന്നു, ഇതൊന്നും ആവശ്യമില്ല, സ്നേഹമാണ് പ്രധാനം എന്ന് പറയുന്നു, സമയനിഷ്ഠ പാലിക്കുന്നു. ഇങ്ങനെ ഇവർക്ക് തോന്നിയ രീതിയിൽ നമ്മളെ ഇങ്ങനെ പന്താടാൻ എന്താ കാരണം? ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പോഴാണ് അതിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എനിക്ക് കാണാൻ പറ്റിയത്. ഒരു സമൂഹത്തെ വിശ്വാസത്തിന്റെ വഴിയിൽ എങ്ങനെയാണ് പരിവർത്തിപ്പിക്കേണ്ടത് എന്ന പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണമാണ് അതിൽ കാണാൻ പറ്റുക. ആദ്യം സ്ട്രക്ചറലായിട്ട് ഫോം ചെയ്യുന്നു, കുടുംബ യൂണിറ്റുകളൊക്കെ സജീവമാക്കുന്നു. അങ്ങനെ വന്നിട്ട് രണ്ടാമത്തെ ഘട്ടത്തിൽ ആ സമൂഹത്തിലേക്ക് ആരാധനാക്രമത്തിന്റെ സൗന്ദര്യാത്മകതയെ അനുഭവപ്പെടുത്തുന്നു. ആ ആരാധനാക്രമത്തിൽ പുരോഗമിക്കുന്ന ഒരു സമൂഹത്തോട് ഇങ്ങനെ കേവല ആരാധനയിൽ മുഴുകുന്നതല്ല, അതിനകത്തൊരു ജീവിതം ഉണ്ടാകണം, അത് സ്നേഹത്തിൻ്റെതാകണം, ദീർഘമായ സമയം പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ദീർഘമായ സമയം ജീവിക്കണം, സ്നേഹത്തിൽ പ്രവർത്തിക്കണം എന്ന് പഠിപ്പിക്കും. ഇതൊരു പരിശുദ്ധാത്മ പ്രവൃത്തിയാണ്. അപ്പൊ സഭയ്ക്കകത്ത് മാർപ്പാപ്പമാർ മാറി മാറി വരുമ്പോൾ ആ മാർപ്പാപ്പമാരിലൂടെ അതത് കാലഘട്ടത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് പ്രേരണകളും പ്രചോദനങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു എന്നാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇനി പാപ്പ വ്യാജപാപ്പയാണ് എന്ന് വന്നാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറും. മാർപ്പാപ്പയാകട്ടെ, മെത്രാനാകട്ടെ, പുരോഹിതനാകട്ടെ, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവരുടെ സവിശേഷതകളൊക്കെ നിലനിൽക്കുമ്പോഴും ദൈവം തന്റെ ദൗത്യത്തിനായി അവരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രഥമത സത്യവിശ്വാസത്തിനും സന്മാർഗത്തിനും എതിരായി അവർ മാറാത്ത കാലത്തോളം അവർ ദൈവത്തിന്റെ പ്രേരണയിൽ വ്യാപരിക്കുന്നവരാണ്. അവരുടെ വ്യക്തിപരമായ പരിമിതികളും കുറവുകളും പോരായ്മകളും അല്ലെങ്കിൽ അവർ പറയുന്ന വാക്കുകളും ഉപയോഗിച്ച് അവർ ദൈവത്തിന്റെ പ്രേരണയല്ല, തെരഞ്ഞെടുപ്പല്ല എന്ന് വരുത്തി തീർക്കുന്നത് വാസ്തവത്തിൽ ഒരു വിരുദ്ധ ആശയമാണ്. അത് വിശ്വാസ പ്രമാണത്തിനെതിരായ തിന്മയാണ്. ഒരു മെത്രാനോ പുരോഹിതനോ ചെയ്യുന്ന പ്രവൃത്തിയിൽ പിഴവുകൾ ഉണ്ടാകാം, പക്ഷെ അടിസ്ഥാന വിശ്വാസ ബോധ്യങ്ങളിലോ വിശ്വാസം പഠിപ്പിക്കുന്നതിലോ പിഴവുള്ളവരായി അവർ മാറില്ല. അവർ സത്യവിശ്വാസത്തിനും സന്മാർഗത്തിനും തെറ്റാവരമുള്ള സന്മാർഗത്തിനും അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കൂ. ദൈവത്തിന്റെ നിയോഗമാണ്. അപ്പൊ ദൈവത്തിന്റെ നിയോഗത്തെ അംഗീകരിക്കാതെ പോയാൽ, ഒരു മാർപ്പാപ്പയെ അപ്രകാരം ആക്ഷേപിക്കാനിടയായാൽ, യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനെതിരായിട്ട് മാറും. മാത്രമല്ല, അത് നമ്മുടെ വിശ്വാസം ഏറ്റുപറയുന്ന പ്രവൃത്തിക്കെതിരാണ്. നമ്മുടെ സഭയിൽ നിന്ന് ആരെങ്കിലും പുറത്താക്കുകയല്ല, നാം അറിയാതെ തന്നെ സഭയിൽ നിന്ന് പുറത്തു മാറും, വിശ്വാസ പ്രമാണത്തിന് എതിരായി മാറുമ്പോൾ. പരിശുദ്ധ പിതാവിനെ അംഗീകരിക്കണം എന്ന് പറയുന്നത് സത്യവിശ്വാസത്തിന്റെ കാര്യത്തിലാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമുക്കുണ്ടാകാം. അഭിപ്രായങ്ങളെ സംബന്ധിച്ചല്ല പറയുന്നത്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉള്ളപ്പോഴും പിതാവിനെ വ്യക്തിഗതമായോ അല്ലെങ്കിൽ പിതാവിന്റെ സ്ഥാനത്തിനനുസരിച്ചോ ആക്ഷേപിക്കുന്ന പ്രവൃത്തി ഉണ്ടാകുന്നത് വാസ്തവത്തിൽ വിശ്വാസവിരുദ്ധമായൊരു പ്രവൃത്തിയായിട്ട് മാറും. നമുക്ക് ഏത് മെത്രാനെയും വിമർശിക്കാം, പരിശുദ്ധ പിതാവിനെയും വിമർശിക്കാം, ആരെയും വിമർശിക്കാം. അത് അവർ പറയുന്ന കാര്യങ്ങളോട് നമുക്ക് യോജിപ്പില്ലെന്ന് അറിയിക്കുന്ന പ്രവൃത്തിയാണ്. പക്ഷേ അത് അവർ വ്യാജരാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് മാറരുത്. ചിലർ പറയുന്നത്
പോപ്പ് ഫ്രാൻസിസ് അവസാനത്തെ മാർപ്പാപ്പയായിരുന്നു, ഇനി മാർപ്പാപ്പയില്ല. ഒരു കോൺസ്പിറസി തിയറിയാണ്. ഇപ്പൊ ചിലർ പറയുന്നത് ഇനിയൊരു മാർപ്പാപ്പ വരും, അത് നിഗൂഢ രേഖയിലുണ്ട്, ഇനിയൊരു മാർപ്പാപ്പ വരും, അത് അവസാനത്തെ മാർപ്പാപ്പയായിരിക്കും. ഇത് ലോകത്തിന്റെ ചില താല്പര്യങ്ങളും മോഹങ്ങളുമാണ്. അതായത് സഭ നിലനിൽക്കില്ല എന്ന് പറയുന്നത്, അത്തരത്തിൽ സഭ അപജയപ്പെടുമെന്ന് പറയുന്നത് പൈശാചികമായ ഒരു താല്പര്യമാണ്. സഭ നരക കവാടങ്ങൾ പ്രബലപ്പെടാത്ത സഭയാണ്. സഭ നിലനിൽക്കും. സഭ ദൈവസന്നിധിയിൽ സ്വർഗീയ മണവാട്ടിയായി ഉയർത്തപ്പെടുന്നതുവരെ നിലനിൽക്കും എന്ന കാര്യം അറിയണം. അപ്പൊ അതുകൊണ്ട് ഇത്തരം കോൺസ്പിറസി തിയറികൾ, നിഗൂഢവാദങ്ങൾ, അവയുടെയൊക്കെ പിന്നാലെ പോകാനിടയായിരുന്നു. നമ്മുടെ കാലഘട്ടം ഒരു പ്രതിച്ഛായ നിർമ്മാണത്തിന്റെ കാലഘട്ടമാണ്. ഒരാളെ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിച്ഛായക്കകത്ത് ആക്കി തീർക്കുക എന്നത് ഈ കാലഘട്ടം ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. സത്യം പറയുന്നവരെ, ജീവിതത്തിൽ ഏതെങ്കിലും നിലപാടെടുക്കുന്നവരെ ഏതെങ്കിലും പക്ഷം ചേർത്തും പാർശ്വവൽക്കരിച്ച് ചിന്തിക്കുക, അവരെ സമൂഹത്തിൽ നിന്ന് അകറ്റാനായി ഒരു പ്രതിച്ഛായ നിർമ്മിച്ചെടുക്കുക എന്ന പ്രവൃത്തി ഇത്തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. അത് സാമൂഹ്യമായും രാഷ്ട്രീയമായുള്ള മേഖലകളിൽ എന്നപോലെ സഭയ്ക്കകത്തും ഉണ്ടാകുന്നുണ്ട്. ഈ പ്രതിച്ഛായ നിർമ്മാണം യഥാർത്ഥത്തിൽ ഒരു അബദ്ധമാണെന്ന് മാത്രമല്ല, അത് ദൈവനിഷേധം കൂടിയാണ്. ഓരോ വ്യക്തിക്കും ദൈവം അനുവദിക്കുന്ന ജീവിതമാണുള്ളത്. വ്യക്തിമാഹാത്മ്യത്തിനെതിരായ ഒരു തിന്മയാണ് പ്രതിച്ഛായ നിർമ്മാണം. ഇനി പരിശുദ്ധ പിതാവ് പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ചും പിതാവിന്റെ ജീവിതത്തിൽ പിതാവെടുത്ത നിലപാടുകൾ ഒരുപക്ഷെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാവണമെന്നില്ല. നമ്മുടെ മനസ്സിലാക്കൽ ശേഷിക്ക് പരിധിക്ക് പുറത്തായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതെന്തായിരുന്നു അങ്ങനെ ഉണ്ടായ സംഭവങ്ങൾ, എവിടെയൊക്കെയാണ് വിമർശിക്കപ്പെട്ടത്, എന്തായിരുന്നു വാസ്തവം എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടാകണം. ഈ പ്രതിച്ഛായ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു കാര്യം, പറയുന്ന കാര്യത്തിലെ ചില ഭാഗങ്ങൾ എടുത്ത് പലപ്പോഴും അതാണ് അവർ എന്ന് വരുത്തി തീർക്കും. പലപ്പോഴും ഉദാഹരണമായി പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാം. ഒന്ന്, ഒരു പത്രപ്രതിനിധി എങ്ങനെയാണ് വാർത്ത ചമയ്ക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ്. അത് കേജ്രിവാളുമായി ബന്ധപ്പെട്ടാണ് ആ ഫലിതം പറഞ്ഞ് പുറത്തിറങ്ങിയത്. അതായത് കേജ്രിവാളിനോട് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുകയാണ്, നിങ്ങൾ അഴിമതിക്കെതിരാണെന്ന് പറയും, അഴിമതിക്കാരെയെല്ലാം നിങ്ങൾ പിടികൂടുമോ? ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് അദ്ദേഹം പറയാണ് പിടികൂടും, നിശ്ചയമായിട്ടും പിടികൂടും. അപ്പൊ ചോദിക്കുകയാണ്, ഇപ്പോ ഉദാഹരണമായിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ ഒരു അഴിമതി കാണിച്ചു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ സച്ചിൻ ടെണ്ടുൽക്കറെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുമോ? കേജ്രിവാൾ പറയുന്നു അറസ്റ്റ് ചെയ്യും. പിറ്റേ ദിവസത്തെ പത്രത്തിലെ വാർത്ത അഴിമതിയെക്കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല, സച്ചിൻ ടെണ്ടുൽക്കറെ അറസ്റ്റ് ചെയ്യും, ഹെഡ്ലൈനാണ്. വെണ്ടക്ക നിരത്താൻ വേണ്ടി ഒരു വാർത്ത ഉണ്ടാക്കും. ആ വാർത്ത യഥാർത്ഥത്തിൽ ആ പറഞ്ഞ സംഭാഷണങ്ങൾക്കകത്തുള്ള ഒരു കാര്യമാണ്, പക്ഷെ അത് തികച്ചും സത്യവിരുദ്ധമാണ്, ഒരാളെ ടാർഗറ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇങ്ങനെ ബിഷപ്പുമാരെ സംബന്ധിച്ച് പറയുന്ന ഒരു കഥയിൽ കർദിനാള് അമേരിക്കയിലേക്ക് പോവാം. അപ്പോൾ അമേരിക്കയിൽ ചെല്ലുമ്പോൾ അമേരിക്കയിലെ പത്രപ്രവർത്തകർ വന്നിറങ്ങുന്ന ഈ കർദിനാളിനോട് ചോദ്യങ്ങൾ ചോദിക്കും. എന്തെങ്കിലുമൊക്കെ കുടുക്കൊപ്പിക്കാവുന്ന വാർത്തകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അവിടുത്തെ പത്രപ്രവർത്തകർ അങ്ങനെയാണ്. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞൊരു ഉപദേശം കൊടുക്കുകയാണ്. ആ ഉപദേശം ഇങ്ങനെയാ പറയുന്നത്, അവിടെ നൈറ്റ് ക്ലബ്ബുകളുണ്ട്. അപ്പൊ സാധാരണ രീതിയിൽ സഭയുടെ അഭിപ്രായം എന്താണ് ഇപ്പോൾ കാര്യങ്ങളെ കുറിച്ചൊന്നൊക്കെ അന്വേഷിക്കാൻ മാധ്യമ പ്രവർത്തകർക്ക് താല്പര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവർ നൈറ്റ് ക്ലബ്ബുകളെ കുറിച്ച് ചോദിക്കും. അപ്പോ എങ്ങും തൊടാതെ ഉത്തരം പറയണം, കാരണം അതിൽ നമ്മൾ ഇടപെടരുത് എന്ന് പറയാം. അപ്പോ കർദിനാൾ അവിടെ ചെന്നു, പത്രപ്രവർത്തകർ ചോദിക്കുകയാണ്, നൈറ്റ് ക്ലബ്ബുകളെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? കർദിനാൾ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിയാൻ വേണ്ടി പറഞ്ഞു, നൈറ്റ് ക്ലബ്ബോ, അതെവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചു. പിറ്റേ ദിവസം പത്രത്തിൽ വരുന്ന വാർത്ത, കർദിനാൾ അമേരിക്കയിൽ വന്നിറങ്ങിയ ഉടനെ എവിടെയാണ് നൈറ്റ് ക്ലബ്ബുകൾ എന്ന് അന്വേഷിച്ചു എന്ന്. വാസ്തവത്തിൽ ഈ ചോദ്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടി എടുത്ത മാർഗമാണ്, പക്ഷേ ആ വാചകം മാത്രം എടുത്തിട്ട് ഒരു പ്രതിച്ഛായ നിർമ്മിക്കുന്നു. ഇതെപ്പോഴും നമ്മെ സംബന്ധിച്ചൊക്കെ ഉണ്ടാകും. പലപ്പോഴും സംസാരിക്കുമ്പോൾ നീതിപൂർവകമായ വിതരണത്തെക്കുറിച്ചും ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള വിടവകറ്റുന്നതിനെ കുറിച്ചും സ്വകാര്യ സ്വത്ത് സമ്പാദിച്ചു വെക്കുമ്പോൾ അത് അധാർമികമാകും, അവരുമായി പങ്കുവെക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞ ഒരാക്ഷേപം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന്. ഞാൻ അന്ന് അതിന് മറുപടി പറഞ്ഞിരുന്നു, അപ്പൊ അത് ആവർത്തിക്കുന്നില്ല.
രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുമായിട്ടുള്ള ബന്ധമല്ല, സാമൂഹികമായ വിടവുകൾ നികത്താൻ ക്രിസ്തുവിലുള്ള ബോധമാണ് അപ്രകാരം എന്നെ കൊണ്ട് പറയിച്ചത്. പക്ഷേ ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നത് ഇങ്ങനെയാകാം. അപ്പൊ അതുകൊണ്ട് ഈ നൽകപ്പെടുന്ന പ്രതിച്ഛായകൾക്കകത്ത് ഒരു വ്യക്തിയെ കാണരുത്. പ്രത്യേകിച്ചും പോപ്പ് ഫ്രാൻസിസിനെ കുറിച്ച് നമുക്കറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ചും അദ്ദേഹം ജീവിച്ചു വന്ന ജീവിത സാഹചര്യങ്ങളിൽ എടുത്ത നിലപാടുകളെ സംബന്ധിച്ചും ജീവിതത്തിൽ പുലർത്തിയ ലാളിത്യത്തെക്കുറിച്ചും ഒക്കെ നിരവധിയായ കാര്യം. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതായിരിക്കും ഒരു കാര്യം ഞാൻ പറയാം. ഇടതുഭാഗത്തുള്ള ഒരു ലങ്സ് മാത്രമായി ജീവിച്ചൊരു മനുഷ്യനാണ് പോപ്പ് ഫ്രാൻസിസ്. ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും കോവിഡ് ബാധിക്കുമ്പോഴും നിരന്തരമായി രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോഴും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോഴും വേദനകളൊക്കെ സഹിച്ച് മുൻപോട്ട് പോയ ഒരാളെ നമുക്ക് തിരിച്ചറിവില്ല. ഇടതുഭാഗത്തുള്ള ഒരു ശ്വാസകോശം മാത്രമായി ദീർഘകാലം ജീവിച്ചവർ. 2 ശ്വാസകോശം ഉണ്ടായിട്ട് തന്നെ ശ്വസിക്കാൻ പാടുപെടുന്നു, ന്യൂമോണിയ ബാധിക്കുന്നു, പലതരം രോഗങ്ങൾ ബാധിക്കുന്നു. 21-ാം വയസ്സിൽ വലതുഭാഗത്തുള്ള ശ്വാസകോശം മുറിച്ചു നീക്കപ്പെട്ട ഒരാളാണ് പോപ്പ് ഫ്രാൻസിസ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയേറെ കാരുണ്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സംസാരിക്കാനിടയായത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമായി എനിക്ക് പറയാവുന്നത് തന്റെ ശാരീരികതയിലുള്ള പരിമിതിയെയും ജീവിതത്തിന്റെ നിസ്സാരതയെയും ദൈവത്തിന്റെ അനന്ത കാരുണ്യത്തെയും കൂട്ടി വായിക്കാനായ ഒരു മനുഷ്യനാണ് പോപ്പ് ഫ്രാൻസിസ് എന്നാണ്. നമ്മുടെ ജീവിതം പരിമിതമാണെന്നറിയുമ്പോഴാണ്, നമ്മുടെ ജീവിതത്തിന്റെ നിസ്സാരതയെ നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് ഞാൻ എന്നതിൽ നിന്ന് പുറത്തു കിടന്ന് ഞാൻ എന്താണെന്നതിനേക്കാൾ ഞാൻ എന്തായിരിക്കണമെന്നതിലേക്ക് മാറിത്തീരാൻ പറ്റും. നമുക്ക് നമ്മുടെ കുറവുകളും പോരായ്മകളും ഓർമ്മയുള്ളപ്പോൾ എത്ര നിസ്സാരരെന്ന് സ്വയം ബോധ്യപ്പെടുമ്പോൾ ഞാൻ എല്ലാവരുടെയും ഭാഗമാണെന്ന് അംഗീകരിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ആരുടെ കാലും പിടിക്കാൻ പറ്റും? രാജ്യനേതാക്കളുടെ ഒക്കെ കാല് പിടിക്കുമ്പോൾ, സമാധാനത്തിന് വേണ്ടി അവരുടെയൊക്കെ പാദം പിടിക്കുമ്പോൾ ആളുകൾ ഓർക്കുന്നത് അഭിനയമാണെന്നാണ്. ജീവിതത്തിൽ ഇത്രയേ ഉള്ളൂ താൻ എന്ന് തിരിച്ചറിയുന്ന ഒരാൾ. ഓരോ രോഗാവസ്ഥയും ഓരോ പരിമിതിയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കേവലം അല്പശ്വാസമാണ്. നമുക്ക് 2 ലങ്സ് ഉണ്ട്. ഒരു ലങ്സുമായിട്ട്, ഒരു ശ്വാസകോശവുമായിട്ട് ദീർഘകാലം ഈ ചുമതലകളൊക്കെ നിറവേറ്റി തന്റെ വേദനകളൊന്നും ആരോടും പങ്കുവെക്കാതെ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കാനും കണ്ണീരൊഴുക്കുന്നവരുടെ കണ്ണീരൊപ്പാനും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനും ആരുമില്ലെന്ന് പറയുന്നവർക്ക് നാഥനാകാനും ഒരാൾക്ക് സ്വയം മാറിത്തീരാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യ വ്യക്തി എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ ഉപകരണമാകുന്നതെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, ഞാൻ മാർപ്പാപ്പയുടെ രോഗാവസ്ഥയും ജീവിതത്തിൽ കടന്നുപോയ ക്രൈസിസുകളെ കുറിച്ച് പറയുമ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, മാർപ്പാപ്പ മാനസികമായി തകർക്കപ്പെട്ട സാഹചര്യങ്ങളുണ്ട്, കൂടെ നിന്നവരിൽ നിന്നുള്ള കുത്തുകളുണ്ട്, അനുഭവിച്ച വേദനകളുണ്ട്. ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ നിരന്തരം സുസ്മേരവദനായി വേദനിക്കുന്നവരോടൊപ്പമായിരിക്കാനും പരസ്പരം കലഹിക്കുന്നവരുടെ മധ്യേ നിന്നുകൊണ്ട് സ്നേഹം പ്രഘോഷിക്കാനും മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞു വന്നത് ഒരു ചരിത്ര നേട്ടമാണ്. പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിക്കുന്നതിന്റെ അടയാളമാണ്. അപ്പൊ അതുകൊണ്ട് മാർപ്പാപ്പയെ സംബന്ധിച്ച് വിവാദങ്ങളുണ്ട്. ആ വിവാദങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 34-35 തിരുവചനങ്ങളിൽ ശിമിയോൻ ഒരു വിവാദ നായകനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ വിവാദങ്ങളുടെ അടയാളമായിരിക്കും. ആരാണ് വിവാദങ്ങളുടെ അടയാളം? ക്രിസ്തു വിവാദങ്ങളുടെ അടയാളമാണ്. അന്ന് മതപൗരോഹിത്യവും രാഷ്ട്രീയ അധികാരവും വിമർശന വിധേയമാക്കിയത് ക്രിസ്തുവിന്റെ പ്രവൃത്തികളാണ്. ക്രിസ്തുവിന്റെ പാരമ്പര്യം ലംഘിക്കുന്ന പ്രവൃത്തികൾ, ക്രിസ്തുവിന്റെ ദൈവത്തെ വെളിപ്പെടുത്തുന്ന പ്രവൃത്തികൾ, കാരുണ്യത്തിന്റെ പ്രവൃത്തികൾ, സ്നേഹത്തിന്റെ പ്രവൃത്തികൾ അവർക്ക് അംഗീകരിക്കാവുന്നതായിരുന്നില്ല. അപ്രകാരം സഭ ആദ്യം മുതലേ വേട്ടയാടപ്പെടുന്നത് പാരമ്പര്യത്തിനെതിരെ നിൽക്കുമ്പോഴാണ്, പുരോഗമനത്തെ കൂട്ടുചേർക്കുമ്പോഴാണ്, സഹജീവികളോട് സ്നേഹം പ്രഖ്യാപിക്കുമ്പോഴാണ്, കാരുണ്യത്തിന് മനുഷ്യരാകുമ്പോഴാണ്, ക്ഷമ പ്രകടിപ്പിക്കുമ്പോഴാണ്. ഈ അനുഭവതലം ഓർക്കണം. അതുകൊണ്ട് ക്രിസ്തുവിലായിത്തീരുന്ന ഓരോരുത്തരും ഇങ്ങനെ വിഭാഗീയതകളുടെയും വിമർശനങ്ങളുടെയും നടുവിൽ പെടും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, നമ്മൾ സഭയെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡറുടെ പദവി എടുക്കും. അകത്തുനിന്ന് അകത്തെ കാര്യങ്ങളെ വിമർശിക്കുമ്പോൾ അകത്തുള്ളവർ, യാഥാസ്ഥിതികരായവർ തങ്ങളുടെ ജീവിത നിലപാടുകളാണ് ശരിയെന്നും ടെക്സ്റ്റ് ഫോർമാറ്റിൽ ഓർത്തഡോക്സായി ചിന്തിക്കണമെന്നും അവർ വാദിക്കാൻ തുടങ്ങും. അതേസമയം തന്നെ ലോകത്തിന്റെ ആശയങ്ങൾ അംഗീകരിക്കാതെ പോകുമ്പോൾ ലോകം പറയും കടുത്ത യാഥാസ്ഥിതികവാദിയാണ്, ഒരു കാരണവും അംഗീകരിക്കുന്നില്ല. ഈ 2 വിമർശനങ്ങളും ഒരേ സമയം ഏറ്റുവാങ്ങിയ ഒരാളാണ് ഫ്രാൻസിസ് പാപ്പ. ലോകം പല കാര്യങ്ങളിൽ അദ്ദേഹത്തെ പറഞ്ഞു അദ്ദേഹം യാഥാസ്ഥിതികനാണ്.
അതേസമയം സഭയ്ക്കകമേ ഒരു വിഭാഗം, ഓർത്തഡോക്സ് ആയ വിഭാഗം, നിരന്തരം ഈ ടെക്സ്റ്റുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു വിഭാഗം, ഈ പഴയ നിലപാടുകളൊന്നും മാറ്റരുത് എന്ന് പറയുന്ന പാരമ്പര്യവാദികളായ ഒരു വിഭാഗം നിരന്തരം പോപ്പിനെ, സഭയെ നശിപ്പിക്കുന്ന ഒരാളായി കണ്ടു. ഇത് ഒരാളെ കുറിച്ച് മാത്രമൊന്നുമല്ല കേട്ടോ. മിസ്റ്റർ ജോൺ ഓഫ് ദി ക്രോസ് നിഷ്പാദക കർമ്മലീത്ത സമൂഹം ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഒരു സഭാ നശീകരണകാരിയായിട്ടാണ് കണ്ടത്. നിഷ്പാദക കർമ്മലീത്ത സഭ ഉണ്ടാക്കിയിട്ട് ആ സഭയ്ക്കകത്ത് ജീവിക്കുമ്പോഴും ധ്യാനാത്മകതയെ മുറുകെ പിടിക്കണമെന്ന കുരിശിന്റെ യോഹന്നാന്റെ താല്പര്യത്തെ അവർ തെറ്റായിട്ടാണ് വ്യാഖ്യാനിച്ചത്. അതിന് ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് മിസ്റ്റർ ജോൺ ഓഫ് ദി ക്രോസ്. അതുകൊണ്ട് സഭയ്ക്കകത്തായിരിക്കുന്ന ഒരാൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്താനായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിതത്തിന്റെ മുഖത്ത് നോക്കി, യാഥാർത്ഥ്യങ്ങളെ നോക്കി അതിനോട് പ്രതികരിക്കുന്നവരാകണം. ഈ ലോകത്തിന്റെ മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറയാൻ കഴിയുന്നവർക്ക് ഒരു നിലപാടിൽ നിൽക്കാൻ സാധ്യമല്ല. ഈ ലോകത്തിന്റെ മുഖത്ത് നോക്കി, ലോകം നേരിടുന്ന പ്രശ്നങ്ങളെ നോക്കി അതാത് സമയങ്ങളിൽ പ്രതികരിക്കാൻ തീരുമാനമെടുക്കുന്ന ഒരാൾക്കും താൻ ആദ്യം പറഞ്ഞ ആശയങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കാൻ കഴിയില്ല. പടിപടിയായി പുരോഗമിക്കേണ്ടി വരും. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മുൻപോട്ട് വെച്ച ആശയഗതികളെ പൂർണ്ണമായി ഇന്നുവരെ സഭയ്ക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഉയർത്തിയ ആശയധാരകളെ ആനുകാലിക ലോകത്തിന്റെ ആവശ്യങ്ങൾക്കനുസൃതമായി വ്യാഖ്യാനിക്കുമ്പോൾ പലപ്പോഴും പരിശുദ്ധ പിതാവ് വചനവിരോധിയായും പാരമ്പര്യ വിരോധിയായും സഭാനാശകാരിയായും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, ഈ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു. സാധാരണ ആളുകൾ, വിശ്വാസികൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിയാണല്ലോ പറയുന്നത് എന്ന് തോന്നാവുന്ന തരത്തിലുള്ള നിരവധിയായ ആക്ഷേപങ്ങൾ കേട്ടിട്ടാണ് ഈ കാലമത്രയും ഫ്രാൻസിസ് പാപ്പ ഈ ലോകത്ത് ക്രിസ്തുവിന് സാക്ഷിയായി, സഭയുടെ മനസാക്ഷിയായി പ്രവർത്തിച്ചത്. അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് യാത്രയായി സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാകുന്ന ഈ സമയത്ത് പോലും എന്തൊക്കെ പേരുകൾ വിളിച്ചാണ് മാർപ്പാപ്പയെ ആക്ഷേപിക്കുന്നത്. സഭാവിരുദ്ധമായി സഭയുടെ നാമത്തിൽ പ്രവർത്തിക്കുന്ന കാസ പോലുള്ള സംഘടനകൾ അതിൽ നേതൃത്വം കൊടുക്കുന്നു. അവരുടെ വാളുകളിൽ നിറയുന്ന ആക്ഷേപങ്ങൾ പാപ്പയെ മാർ കാക്ക എന്ന് വിളിക്കുന്നു. പരിശുദ്ധ സിംഹാസനത്തെ മാർപ്പാപ്പ എന്ന പദവി അവഹേളിക്കുകയാണ്. യഥാർത്ഥത്തിൽ സഭാവിരുദ്ധരാണ് ആ പ്രവർത്തകരെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആളുകൾ അതിന്റെ അടിയിൽ പോയി ആമേൻ പറയുകയും കൂട്ടുചേരുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഫ്രാൻസിസ് പാപ്പ ഒരു വ്യക്തി എന്ന നിലയ്ക്കല്ല തന്റെ ഔദ്യോഗിക ദൗത്യത്തിൽ മാർപ്പാപ്പയായിട്ടാണ് പ്രവർത്തിച്ചത്. മാർപ്പാപ്പ ചെയ്ത പ്രവൃത്തികളൊന്നും മാർപ്പാപ്പയുടേതായിരുന്നില്ല. മാർക്കാക്ക എന്നൊക്കെ വിളിക്കുന്നത് അതേ മുസ്ലിങ്ങളോട് താല്പര്യം കാണിച്ചു എന്നാണ്. വത്തിക്കാൻ കൗൺസിൽ രേഖകൾ നിങ്ങൾ പരിശോധിക്കണം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ രേഖകളിൽ അക്രൈസ്തവ മതങ്ങളോടുള്ള സഭയുടെ നിലപാടിനെ കുറിച്ചുള്ള പ്രഖ്യാപനത്തിൽ 3-ാം ഖണ്ഡികയിൽ ഇസ്ലാം മതത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? അത് മുഴുവനായി പറയാൻ കഴിയില്ലെങ്കിലും ചില കാര്യങ്ങൾ പറയാം. നിങ്ങൾക്കത് വായിച്ചു നോക്കാവുന്നതാണ്. സഭ മുഹമ്മദീയരെ ബഹുമാന പുരസരമാണ് കാണുന്നത്. അവർ ഏകദൈവ ആരാധകരാണ്. അബ്രഹാത്തിന്റെ പാരമ്പര്യത്തിൽ അവർ വിശ്വസിക്കുന്നു. അവർ യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്നില്ലെങ്കിലും ഒരു പ്രവാചകനായി കാണുന്നു. അവരോട് ബഹുമാനവും സ്നേഹവും പുലർത്തണമെന്നാണ് പഠിപ്പിക്കുന്നത്. അത് വത്തിക്കാൻ കൗൺസിൽ രേഖകൾ വ്യക്തമായി പറയുന്നതാണ്. ഇത്തരം മതങ്ങളെല്ലാം ആദരവോടെ കാണണമെന്ന് പറയുന്നതും അവരെ അംഗീകരിക്കണമെന്ന് പറയുന്നതും അവരെ ഒന്നും നിഷേധിക്കരുതെന്ന് പറയുന്നതും ഒരു മാർപ്പാപ്പ പ്രത്യേകമായിട്ട് പറഞ്ഞ കാര്യമല്ല. നാം എല്ലാം സഹോദരനാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ലോകവീക്ഷണമാണ്, മനുഷ്യവീക്ഷണമാണ്. അവിടെ വത്തിക്കാൻ കൗൺസിൽ രേഖകൾ പ്രധാനമായും 4 മതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഹിന്ദു മതത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ട്, യഹൂദ മതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ മതങ്ങളെയും നാം കാണേണ്ടത് ആദരവോടെയാണെന്നും മറ്റു മതവിദ്വേഷമല്ല നമുക്കുണ്ടാകേണ്ടതെന്നും ആചാരപരമായി വിശ്വാസ സംഹിതകൾക്ക് എതിരാകാത്ത കാര്യങ്ങളിൽ സഹകരണം ആവശ്യമുണ്ടെന്നും സ്നേഹത്തിന്റെ കൂട്ടായ്മയായിട്ട് മാറണമെന്നാണ്. അതുകൊണ്ടാണ് സർവമത സമ്മേളനം നടത്താനായിട്ട് പാപ്പ തീരുമാനിക്കുന്നത്, ദൈവദശകം വായിക്കുന്നത്. കാരണം മാർപ്പാപ്പയെ സംബന്ധിച്ച് ദൈവം ഒരു കൂട്ടിലടയ്ക്കപ്പെടേണ്ട ആളല്ല. ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവം ആനുകാലിക ലോകത്ത് മനുഷ്യത്വത്തിൽ പ്രകാശിക്കണമെന്ന കത്തോലിക്ക സഭയുടെ താല്പര്യമാണത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞില്ലേ, എല്ലാ മതങ്ങളിലും സത്യത്തിന്റെ രശ്മികളുണ്ട്. താഴെ അദ്ദേഹം പറഞ്ഞു, സത്യം യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിനെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എന്നത് അവരുടെ കുറവല്ല, അവർ അത് മനസ്സിലാക്കും വിധം നമ്മൾ ജീവിക്കാതെ പോകുന്നതാണ് യഥാർത്ഥത്തിൽ
ജീവിതത്തിൽ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുക എന്ന അടിസ്ഥാന ധർമ്മം നിറവേറ്റാതിരിക്കുകയും അതേസമയം ഒരു ടെക്സ്റ്റിലേക്ക് ജീവിതത്തെ ആകെ ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന്റെ പരിമിതികളും അറിവില്ലായ്മയുമാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നത്. അതുകൊണ്ട് മാർപ്പാപ്പയെ സംബന്ധിച്ചുള്ള വിവാദങ്ങളെ നോക്കാം. മാർപ്പാപ്പയെ സംബന്ധിച്ച് എന്തൊക്കെ ആക്ഷേപങ്ങളാണ് പറഞ്ഞത്, യാഥാർത്ഥ്യം എന്താണ് എന്നൊക്കെ ഒന്ന് ചെറുതായി പരിശോധിക്കാൻ, മുഴുവനൊന്നും കഴിയില്ല, ചെറുതായി ഒന്ന് പരിശോധിക്കാനുള്ള ശ്രമമാണ്. സഭയിൽ പാരമ്പര്യം വാദിക്കുന്ന ഒരു കൂട്ടർ വാദിച്ചിരുന്നത് പേപ്പസി ഇല്ലാതായി. അതായത് വലിയ പദവിയായി രാജകീയ പ്രൗഢിയായി കരുതപ്പെട്ടിരുന്ന ഒരു അധികാര സ്ഥാനത്തെ നിസ്സാരമായി കണക്കാക്കുന്ന പ്രവൃത്തിയിലേക്ക് മാർപ്പാപ്പ വന്നു. യഥാർത്ഥത്തിൽ അത് ക്രിസ്തു പഠിപ്പിച്ച കാര്യമല്ലേ? നിങ്ങൾ നേതാക്കന്മാരെന്ന് വിളിക്കപ്പെടരുത്, നിങ്ങൾ പിതാവെന്ന് വിളിക്കപ്പെടരുത്, നിങ്ങൾ ഒന്നാമനാകരുത്, നിങ്ങൾ സഹോദരങ്ങളാണ്. മാർപ്പാപ്പ ഈ സാഹോദര്യ ഭാവനയെ ഉയർത്തി എല്ലാവരോടും ഒന്നിച്ചായിരിക്കാനും തന്നെ മറ്റുള്ളവരുടേതായി തിരിച്ചറിയാനും ക്രിസ്തുവിൽ പ്രാപ്തനായിരുന്നു എന്നതിന്റെ തെളിവാണ്. നമുക്ക് രണ്ട് തരത്തിൽ ജീവിക്കാൻ പറ്റും. പൊസിഷനിൽ ജീവിക്കാൻ പറ്റും. രണ്ടാമത് നമുക്ക് എല്ലാവരുടേതുമായി മാറി ഈ പൊസിഷൻ എന്നതിനെ മാറ്റിയിട്ട് അസ്ഥിരപ്പെടുത്തിയിട്ട് ജീവിതത്തിനകത്തേക്ക് നമ്മെ തന്നെ കൊടുക്കാൻ പറ്റും. മാർപ്പാപ്പ അപ്രകാരം ചെയ്ത ഒരാളാണ്. ചില്ലുകൂട്ടിൽ അടയ്ക്കപ്പെടുന്ന ഒരാളായി ജീവിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ ഇടയിൽ ജീവിക്കാൻ അവരിൽ ഒരാളായി മാറുന്നൊരു പ്രകൃതം. എനിക്കറിയാവുന്ന ഇന്ത്യയിലൊരു പിതാവ്, നോർത്ത് ഇന്ത്യയിലൊരു പിതാവ്, അദ്ദേഹം ബോംബെയിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്, മധ്യപ്രദേശിലേക്ക് പോവാം. അങ്ങനെ മധ്യപ്രദേശിലേക്ക് പോകുന്ന സമയത്ത് കൂടെ അച്ഛന്മാരൊക്കെ ഉണ്ട്, ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ടിക്കറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യണ്ട, എനിക്ക് വേറെ ഒന്നിൻ്റെ അടുത്ത് പോകാനുണ്ട്, അതുകൊണ്ട് എനിക്ക് ടിക്കറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യണ്ട. അങ്ങനെ പറഞ്ഞു. അവരെല്ലാം AC കോച്ചിലൊക്കെ പോയി. ആ സമയത്ത് അദ്ദേഹം ഒരു ലോക്കൽ ട്രെയിനിൽ മധ്യപ്രദേശിലേക്ക് പോയി. അപ്പൊ ഇതറിഞ്ഞ അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായ ഒരു പുരോഹിതൻ, ഞങ്ങളുമായിട്ടൊക്കെ നേരിട്ട് ബന്ധമുള്ളതാണ്, അദ്ദേഹം ചോദിച്ചു, എന്താ ഈ പണി കാണിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജനങ്ങളുടെ കൂടെ ഇരിക്കണ്ടേ. ഉത്തരേന്ത്യയിലെ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറി ഒരാൾ പോകാന്ന് പറഞ്ഞാൽ ദുർവഹമായ കാര്യമാണ്. ദുർഗന്ധമൊക്കെ വമിക്കുന്ന പാൻപരാഗും തമ്പാക്കും ഒക്കെ ചവയ്ക്കുന്ന, മുറുക്കുന്ന, അതിനകത്തിരുന്ന് മിക്സറൊക്കെ തിന്നുന്ന, ബീഡി വലിക്കുന്ന, അങ്ങനെ ആകെ മലീമസമായൊരു അന്തരീക്ഷമാണ് ലോക്കൽ ട്രെയിനുകളൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള ഒരു ലോക്കൽ ട്രെയിനിൽ അത്തരത്തിലുള്ള മനുഷ്യരുടെ കൂടെ, എല്ലാവരുടെയും കൂടെ ആയിരിക്കാൻ ഒരു പിതാവ് തയ്യാറാകുന്നു. അത് രഹസ്യമായി ചേരുന്നൊരു കാര്യമാണ്. ഞാൻ ഈ പിതാവിനെ നേരിട്ട് അറിയുന്നതാണ്. പേരൊന്നും പറയാത്തത് ഒരാളെ മഹത്വപ്പെടുത്താൻ വേണ്ടി പറയുന്നതൊന്നും ധാരണയില്ലാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അദ്ദേഹം കാറിൽ പോകുമ്പോൾ, സാധാരണ കാറാണുള്ളത്, അദ്ദേഹം കാറിൽ പോകുമ്പോൾ വഴിയെ നിർത്തി, എന്റെ ജീവിതാനുഭവമാണ്, വഴി പോകുന്നവരൊക്കെ കാറിൽ പിടിച്ച് കയറ്റിക്കൊണ്ടുപോകും. നടക്കുന്നവരെ ഒത്തിരി ദൂരം കടന്നാലും വാഹന സൗകര്യം ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ പ്രധാനപ്പെട്ട ആളിലൊക്കെ കാറിൽ പോവുക. അപ്പൊ അദ്ദേഹം ഒരു സാധാരണ കാറാണ്. ആ കാറിനകത്ത് ഈ ആളുകളൊക്കെ കയറ്റി അവരുടെ നടുക്കിരുന്ന് പോകാനായിട്ട് ഈ പിതാവിനൊരു മടിയില്ല. ഞാൻ ചോദിക്കട്ടെ, സഭ ഒരു ചില്ലുകൂട്ടിൽ അടയ്ക്കപ്പെടേണ്ടതാണോ? സമൂഹ മധ്യത്തിൽ, എല്ലാവർക്കും മധ്യത്തിൽ അവരോടൊപ്പം ജീവിക്കേണ്ടതാണോ? ക്രിസ്തുവിനെ കുറിച്ചുണ്ടായിരുന്ന ആക്ഷേപം ഇത് തന്നെയല്ലേ? ചുങ്കക്കാരുടെയും വേശ്യകളുടെയും സ്നേഹിതനായിരുന്നു. മാർപ്പാപ്പയെ കുറിച്ചും പറയുന്നത് അങ്ങനെയല്ലേ? മാർപ്പാപ്പ സ്ഥാനമഹിമ കാണിക്കാത്തയാണ്. അത് സ്ഥാനങ്ങളിൽ ഭ്രമിക്കുന്നവർക്ക് ഒരു പോരായ്മയായി തോന്നാം. എന്നാൽ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞവർക്ക് അത് അഭിമാനാർഹമായ കാര്യമാണ്. ഒരു മനുഷ്യൻ ഞങ്ങളുടെ കൂടെ ജീവിച്ചിരുന്നു, ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു, മുറിവേറ്റൊരുവൻ, സ്നേഹിക്കുന്ന ഒരുവൻ, ഞങ്ങളുടെ കണ്ണീര് കണ്ടാൽ കണ്ണു നിറയുന്ന ഒരുവൻ, ഞങ്ങളെക്കുറിച്ച് ഓർത്ത് ഹൃദയം നോക്കുന്ന ഒരുവൻ. അദ്ദേഹം വ്യാജ പാപ്പയാണ്, അല്ലെങ്കിൽ അദ്ദേഹം പാപ്പയല്ല എന്ന് വാദിച്ചൊരു കൂട്ടർ ലാറ്റിൻ ക്രമം പരിമിതപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായവരാണ്. ലാറ്റിൻ മിസ് ആവശ്യമില്ല, എവിടെയാണ് പ്രയോഗിക്കേണ്ടതിനെ കുറിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ജനങ്ങൾക്ക് പൊതുവായി അനുഭവപ്പെടുന്ന കുർബാനയുടെ സ്വീകാര്യതയെ മറച്ചുവെക്കാൻ ഇത്തരത്തിലുള്ള ക്രമങ്ങൾ ആവശ്യമില്ല, അത് പരിമിതപ്പെടുത്തി ഈ നിയന്ത്രണം ഉണ്ടായപ്പോൾ ഒരു വിഭാഗക്കാർ പിതാവിനെ സഭാവിരുദ്ധനായി, അദ്ദേഹം ഒരു പാപ്പയല്ല എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് എത്തി.
പാരമ്പര്യ ഭാഷകളിലൊക്കെ കുർബാനയൊക്കെ കാണുമ്പോൾ ഒരു രസമൊക്കെ അതിൽ തോന്നും. പക്ഷെ അനുഭവം ഉണ്ടാവില്ല. അനുഭവം അതത് സ്ഥലത്ത് ആ ജനവിഭാഗത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ കാര്യം പറയണം. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് സംവദിക്കുന്ന രീതിയിൽ ആകുമ്പോഴാണ് അർപ്പണത്തിന്റെ പൂർണ്ണത ഉണ്ടാവുക. അത് വത്തിക്കാൻ കൗൺസിലിന്റെ ഒരു താല്പര്യമാണ്. പക്ഷെ മാർപ്പാപ്പ അത് പറഞ്ഞപ്പോൾ മാർപ്പാപ്പ സഭാവിരുദ്ധനാണ് അല്ലെങ്കിൽ പാപ്പയല്ല എന്ന നിലയ്ക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രൂപ്പുകാർ ഉണ്ടായി. അതേപോലെ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ അദ്ദേഹങ്ങളുടെ നിലപാടുകൾ ഭിന്ന ലൈംഗികതയോട്, ലൈംഗിക ന്യൂനപക്ഷങ്ങളോട്, സ്വവർഗാനുരാഗികളോട്, വിവാഹമോചിതരോട് ഒക്കെ പുലർത്തുന്ന നിലപാടുകൾ, അതൊക്കെ സഭയുടെ നിലപാടുകളിൽ നിന്നുള്ള വീഴ്ചയായിട്ട് അല്ലെങ്കിൽ സഭയുടെ നിലപാടുകളിൽ നിന്ന് വഴിതെറ്റലുകളായിട്ട് ആരോപിക്കുന്നവർ നിരവധിയായിട്ടുണ്ടായി. ആനുകാലിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ദൈവവചനത്തെ വ്യാഖ്യാനിക്കുകയും ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ലോകത്തെ മനസ്സിലാക്കാനും തങ്ങളുടെ ജീവിതത്തെ അനുഭവപ്പെടുത്താനും മനുഷ്യർക്ക് കഴിയേണ്ടതിനായി അദ്ദേഹം മുൻപോട്ട് വെച്ച ആശയങ്ങൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു. സഭാഭരണത്തിൽ വികേന്ദ്രീകരണം കൊണ്ടുവന്നു, ഡീസെൻട്രലൈസേഷൻ. അത് സഭയുടെ അധികാരം നഷ്ടപ്പെടാൻ കാരണമാകും. പ്രാദേശിക സഭകൾക്ക് അധികാരം കൊടുക്കുന്ന പ്രവൃത്തി മാർപ്പാപ്പ ചെയ്തപ്പോൾ അത് സഭയുടെ ദൃഢതയെ തകർക്കും എന്ന് വാദിക്കുന്നവരുണ്ടായി. യഥാർത്ഥത്തിൽ കേന്ദ്രീകരണമല്ല, വികേന്ദ്രീകരണമാണ് സഭയുടെ അടിസ്ഥാന ആശയം. ആ ആശയത്തെ അംഗീകരിക്കാൻ കഴിയാതെ പോയതുകൊണ്ട് കേന്ദ്രീകൃത സ്വഭാവത്തിൽ താല്പര്യമുള്ളവരും പാരമ്പര്യങ്ങൾ മുറുകെ പിടിച്ചവരും പിതാവിനെ എതിർക്കാനിടയായി. പാരിസ്ഥിതികമായ കാര്യങ്ങളിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച്, ആഗോള താപനത്തെക്കുറിച്ച് മാർപ്പാപ്പ സംസാരിക്കുന്നു. ആഗോള വേതനം വേണമെന്ന് പറയുന്നു, ആഗോള മിനിമം വേതനം. കമ്പോള സംസ്കാരം തെറ്റാണെന്ന് പറയുന്നു, പിശാചിന്റെ വിസർജ്യമാണെന്ന് പറയുന്നു. മൂലധന ശക്തികൾ വളരുമ്പോൾ അതിൽ നിന്ന് വീഴുന്നവ കൊണ്ട് ദരിദ്രരും സമ്പന്നരാകുമെന്ന് പറയുന്ന ന്യായത്തെ എതിർക്കുന്നു. ഇപ്പോ പിതാവിന് മാർക്സിസ്റ്റ് ആണ്, കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് ആക്ഷേപിക്കുന്നവരുണ്ടായി. യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ മനോഭാവത്തെ വെളിപ്പെടുത്തുന്ന ഓരോ സാഹചര്യങ്ങളിലും വിമർശനങ്ങൾ ഉണ്ടാകുന്നു. യാഥാസ്ഥിതികവാദികൾ, പാരമ്പര്യവാദികൾ, സഭയെ മതമായിട്ട് കാണുന്നവർ സഭാ ദൂഷകനായി, സഭയുടെ പാതകൾ കൈവിടുന്നവനായി മാർപ്പാപ്പയെ വിമർശിക്കാൻ തുടങ്ങി. സഭാ നവീകരണത്തിൽ പ്രധാനമായ 2 കാര്യങ്ങൾ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. അത് ഒന്ന്, സഭയിലെ സമ്പത്തിന്റെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ സാമ്പത്തികമായ ക്രമക്കേടുകൾ പിടിക്കുകയും നിർബന്ധ ബുദ്ധിയോടെ, കാർക്കശ്യത്തോടെ സഭയുടെ സമ്പത്ത് ജനത്തിൻ്റെതാണ് എന്ന ബോധ്യത്തോടെ അവിടെ കാർക്കശ്യമായ നിലപാടെടുത്തു. പലരെയും അവിടെ നിന്ന് തുരത്താനിടയായി. രണ്ടാമത്തത് സിനഡ് ഓൺ സിനഡാലിറ്റിയാണ്. സ്ത്രീകൾക്കും യുവാക്കൾക്കും സാധാരണക്കാർക്കും സഭയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ശേഷി ഉണ്ടാകണം എന്ന നിലയ്ക്ക് സിനഡ് ഓൺ സിനഡാലിറ്റി കൊണ്ടുവന്നു. അത് അംഗീകരിക്കാനും വിമർശകരായ ആളുകൾക്ക് സാധ്യമായില്ല. അത് പിതാവിന് കുറ്റം പറയാനുള്ള കാര്യമായിട്ട് മാറും. എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചതാണ്, അതുകൊണ്ട് ലൈംഗിക ന്യൂനപക്ഷങ്ങളോട്, ഭിന്ന ലൈംഗികതയോട് അസഹിഷ്ണുത പാടില്ല, അവരെയും ദൈവത്തിന്റെ മക്കളായി കാണണം എന്ന് പറയുന്ന പിതാവിന്റെ നിലപാടിന് എതിർപ്പുകളുണ്ടായി. വാസ്തവത്തിൽ പിതാവ് പറഞ്ഞത് സത്യമായ കാര്യമാണ്. ആരെയും ദൈവം നിഷേധിക്കുന്നില്ല, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നു, ദൈവം എല്ലാവരെയും പരിപാലിക്കുന്നു, ദൈവം പരിപാലകനും സ്നേഹിതനുമാണ് എന്ന് പറയുന്നതാണ് ദൈവത്തിലേക്ക് ഒരാൾ അടുക്കാൻ കാരണമായിട്ട് മാറുന്നത്. പിതാവ് ആ പാത വെട്ടി തുറന്നപ്പോൾ അതിനെ വിമർശിക്കാൻ ആളുകളുണ്ടായി. അത്തരത്തിലുള്ള ആളുകളെ നിഷേധിക്കണം എന്ന് പറയുന്ന, പരിപൂർണത പ്രാപിച്ചവരുടെ സ്വർഗത്തെക്കുറിച്ച് വ്യാമോഹം നടിക്കുന്ന ആളുകൾ പിതാവിനെ വിമർശിക്കാനിടയായി. വിവാഹമോചനം ലഭിച്ചവർക്ക് കൂദാശകൾ പ്രാപ്യമാകണം, അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന നിലയ്ക്ക് പരിശുദ്ധ പിതാവ് പറഞ്ഞതും ഒട്ടേറെ വിവാദങ്ങൾക്ക് കാര്യമായി. നമുക്കെപ്പോഴും മറ്റുള്ളവരെ കുറ്റം വിധിക്കാനും മറ്റുള്ളവരെ അകറ്റി നിർത്താനുമാണ്. ദൈവം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നവനാണ്, ദൈവത്തിന്റെ അനന്ത കാരുണ്യമാണ് വെളിപ്പെടേണ്ടത് എന്നാണ് ഫ്രാൻസിസ് പാപ്പ മുന്നോട്ട് വെച്ച ആശയം. യഥാർത്ഥത്തിൽ പിതാവ് ഈ മുന്നോട്ട് വെച്ച ആശയത്തെ അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെ പിതാവ് ഇപ്രകാരം തിന്മകൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നയാളാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. ഒരേ സമയം സ്ത്രീ വിരുദ്ധനായും സ്ത്രീപക്ഷവാദിയായും പിതാവിനെ കാണുന്നവരുണ്ട്. അപ്പൊ സ്ത്രീകൾക്ക് കൂടുതൽ അധികാരം കൊടുക്കുന്ന കൂരിയിലൊക്കെ നിയമനം കൊടുക്കുന്ന, അവർക്ക് വോട്ടവകാശം കൊടുക്കുന്ന പ്രവൃത്തികളുണ്ടായി. അവരെ ലെറ്റർ ഓർഡറിലേക്ക്, അൾത്താര ശുശ്രൂഷയിലേക്കൊക്കെ അവരെ സ്വീകരിക്കുന്ന നിലപാടുണ്ടായി. അങ്ങനെയൊക്കെ വന്നപ്പോ പിതാവ് കൊണ്ടിരുന്ന ഈ മാറ്റങ്ങൾ സഭാവിരുദ്ധമാണ്, പാരമ്പര്യങ്ങൾക്കെതിരാണെന്ന് വാദിക്കുന്നവർ സഭയ്ക്കകത്ത് അദ്ദേഹത്തെ വിമർശിച്ചു. അതേസമയം തന്നെ സ്ത്രീ പൗരോഹിത്യം അദ്ദേഹം എതിർത്തതുകൊണ്ട് ലോകം അദ്ദേഹത്തെ സ്ത്രീ വിരുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു.
ഇങ്ങനെ രണ്ട് ഭാഗത്തു നിന്നും പിതാവിന് വിമർശനങ്ങൾ ഉണ്ടായി. എന്നാൽ സഭ എന്താണോ പഠിപ്പിക്കുന്നത്, എന്താണോ മുന്നോട്ട് വെക്കുന്നത്, അതേ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖകൾ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനാണ് പിതാവ് ശ്രമിച്ചത്. പിതാവിന്റെ ഈ പ്രവൃത്തിയിൽ ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടുത്തണമെന്ന പ്രവൃത്തിയിൽ ഈ ലോകത്ത് പാരമ്പര്യമാണ് പ്രധാനം, യാഥാസ്ഥിതികവാദമാണ് പ്രധാനം എന്ന് വാദിക്കുന്നവർ പിതാവിനെ എതിർത്തു. അതേസമയം ലോകം കണ്ടത് സ്ത്രീ നിഷേധകനായ ഒരാളായിട്ടാണ്. അദ്ദേഹം സ്ത്രീ പൗരോഹിത്യം അംഗീകരിക്കുന്നില്ലല്ലോ, പൗരോഹിത്യം ഇപ്പോഴും പുരുഷ മേധാവിത്വത്തിന്റെ കയ്യിലാണ്, അതുകൊണ്ട് മാർപ്പാപ്പ സ്ത്രീ വിരുദ്ധനാണെന്ന് ലോകം പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതിലെ ക്രൈസ്തവ സമൂഹങ്ങളുള്ള പിതാവിന്റെ സ്വഭാവം എല്ലാവരും ചേർത്ത് പിടിക്കുന്നതായിരുന്നു, സഭാഐക്യത്തിനുള്ള രത്നങ്ങളായിരുന്നു. അതേസമയം തന്നെ മറ്റു മതങ്ങളുമായിട്ടും സൗഹാർദ്ദപരമായ ഇടപെടലുകളിലേക്കാണ് പിതാവ് പോയത്. ചൈനയിൽ 6 മെത്രാന്മാരെ അവിടുത്തെ സർക്കാർ അംഗീകരിച്ച 6 മെത്രാന്മാരെ പിതാവ് അംഗീകരിക്കാനിടയായി. താൽക്കാലികമായി ചൈനയിലെ സഭയെ അംഗീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചു. ഇതൊക്കെ സഭയെ നശിപ്പിക്കുന്ന ഏർപ്പാടായിട്ടാണ് കണ്ടത്. പിതാവ് എല്ലാവരെയും ചേർത്ത് പിടിക്കാനാണ് ശ്രമിക്കുന്നത്, എല്ലാവരുടേതുമാണ് സഭയെന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ എല്ലാവരുടേതും എല്ലാവർക്കും വേണ്ടിയതുമായ സഭയെ ലോകത്തിനു മുമ്പ് വെളിപ്പെടുത്താൻ പിതാവ് നടത്തിയ ശ്രമങ്ങൾ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളായിട്ടാണ് യാഥാസ്ഥിതികവാദികൾ കണ്ടത്. അതിരുകടന്ന ലിബറലിസമാണ് സഭയുടേത്, അത് സഭയെ നാശത്തിലേക്ക് നയിക്കുമെന്നാണ് പാരമ്പര്യവാദികൾ വാദിച്ചത്. പ്രത്യേകിച്ച് ലാറ്റിൻ മിസ്സ പോലുള്ള കാര്യങ്ങളിൽ ഉണ്ടായ തർക്കങ്ങൾ, സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്ന കാര്യങ്ങൾ, അവയൊക്കെ സഭയെ വിഭജിക്കും എന്ന നിലയ്ക്കുള്ള പ്രചാരവേലയും വിമർശനങ്ങളും അക്കാലത്ത് ഉയർന്നിരുന്നു. യഥാർത്ഥത്തിൽ കൂട്ടായ്മയുടെയും ഏറ്റവും കൂടുതൽ ഇൻക്ലൂസീവ് നേച്ചറിൻ്റെതും ആയ പ്രവർത്തനങ്ങളാണ് പിതാവ് കൊണ്ടുവന്നത്. അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടാനിടയായി, അത് വിമർശിക്കപ്പെടാനും ഇടയായി. 2 കാര്യങ്ങളാണ് മാർപ്പാപ്പ തന്റെ ജീവിതം വഴി വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചത്. ഒന്ന്, പാവപ്പെട്ടവരുടെ സഭ, എല്ലാ പാവങ്ങളുടെയും സഭയായിട്ട് പാവപ്പെട്ട സഭ, അങ്ങനെ സഭയായി മാറണമെന്ന് പിതാവ് ആഗ്രഹിച്ചത്. ഫ്രാൻസിസിന്റെ ചൈതന്യമാണ് ദരിദ്രയായ സഭ, ദരിദ്രർക്ക് വേണ്ടിയുള്ള സഭ, ദരിദ്രരോട് കൂടെ ആയിരിക്കുന്ന സഭ. രണ്ടാമത്, സംവാദത്തിന് ഒരു തുറന്ന ലോകം ഉണ്ടാകണം, സഭ അങ്ങനെ തുറന്ന വേദിയാകണം, അടഞ്ഞൊരു വീടായി മാറരുത്. നമ്മളിപ്പോ എപ്പോഴും വിചാരിക്കുന്നത് ഈ നിയമങ്ങളൊക്കെ വെച്ച് അടച്ചു വെച്ചൊരു ഭരണിക്ക് പുറത്ത് കാവലിരിക്കുന്ന ഭൂതത്തെ പോലെ ജീവിക്കണമെന്നാണ്. വാസ്തവത്തിൽ തുറന്നു വെക്കണം, എല്ലാവർക്കും വേണ്ടിയാകണം, എല്ലാവരും കേൾക്കണം, എല്ലാവരോടും സംസാരിക്കണം. അങ്ങനെ പാരസ്പര്യത്തിന് ലോകം പടുത്തുയർത്തപ്പെടാൻ കഴിയണം. സഭ മുറിക്കകത്തുണ്ടാകേണ്ട ഒരു കാര്യമല്ല, അത് തെരുവിലിറങ്ങേണ്ട ഒരു കാര്യമാണ്, എല്ലാവരുടെയും കൂടെ ജീവിക്കേണ്ട ഒരു കാര്യമാണ്. തുറന്ന സംവാദത്തിന്റെ വേദിയായി സഭ മാറണമെന്ന് മാർപ്പാപ്പ ആഗ്രഹിച്ചു. ഇത് യാഥാസ്ഥിതിക വിഭാഗത്തിൽ ഒരു മതമെന്ന നിലയ്ക്ക് സഭയെ കാണുന്ന ആളുകൾക്ക് ഒട്ടുമേ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. 2 പിതാവ് എതിർപ്പുകൾ നേരിടുന്നുണ്ട്. ഗർഭഛിദ്രത്തെ അദ്ദേഹം എതിർക്കുന്നു, അത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണെന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോഴോ അപ്പൊ ലോകം എതിർക്കുന്നു, ലിബറലായിട്ടുള്ള ആളുകൾ എതിർക്കുന്നു. അതേസമയം തന്നെ പിതാവ് പറയുന്നു, ഗർഭഛിദ്രം നടത്തിയവർക്ക് പാപമോചനം നൽകാനുള്ള അധികാരം മെത്രാന്മാർക്കായിരുന്നത് എല്ലാ പുരോഹിതർക്കുമായിട്ട് മാറ്റുന്നു. അപ്പോ പാരമ്പര്യവാദികൾ എതിർക്കുന്നു, ഇതിനെ ലഘൂകരിക്കുന്നു, ചെറുതായി കാണുന്നു. അങ്ങനെ പിതാവ് അയഞ്ഞ മനസാക്ഷിയോട് പ്രവർത്തിക്കുന്നു, അത് തെറ്റാണെന്ന് പറയുന്നു. ഒരു ഭാഗത്ത് വിവാഹത്തിന്റെ പരിശുദ്ധിയെ ഉറപ്പിക്കുന്നു, വിവാഹത്തിനകത്ത് മാത്രം ഉണ്ടാകേണ്ടതാണ് ലൈംഗികത എന്ന് പറയുന്നു. അപ്പോ പുരോഗമനവാദികൾ അദ്ദേഹത്തെ എതിർക്കുന്നു, ലോകവിരുദ്ധനായി, മനുഷ്യത്വ വിരുദ്ധനായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. അതേസമയം തന്നെ അദ്ദേഹം വീണുപോയവരെ, വിവാഹമോചിതരാകുന്നവരെ, ജീവിതത്തിൽ തകർന്നു പോകുന്നവരെ ചേർത്ത് പിടിക്കണമെന്ന് പറയുന്നു, സ്വർഗാനുരാഗികളെയും ആശീർവദിക്കുമെന്ന് പറയുന്നു. അപ്പോ അദ്ദേഹം യാഥാസ്ഥിതികവാദികളാൽ എതിർക്കപ്പെടുന്നു, അദ്ദേഹം സഭാവിരുദ്ധനാണെന്ന് പറയുന്നു. അതുപോലെ പാലസ്തീൻ പ്രശ്നത്തിൽ ഇസ്രായേലിന്റെ യുദ്ധക്കൊതിക്കെതിരെ മാർപ്പാപ്പ സംസാരിച്ചു. പാലസ്തീനിൽ അതിക്രമം നടത്തുന്ന ഹമാസിനെ ഒരിക്കലും പിതാവ് പിന്തുണച്ചിട്ടില്ല. അതേസമയം തന്നെ പാലസ്തീനരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുകൂടാ, സാധാരണ മനുഷ്യരും കുട്ടികളും ആക്രമിക്കപ്പെട്ടുകൂടാ എന്ന കാര്യത്തിൽ പിതാവ് നിഷ്കർഷ വെച്ചു. അതിന്റെ അനന്തരഫലം എന്താണ്? മാർപ്പാപ്പയ്ക്ക് അനുശോചന സന്ദേശം എഴുതിയിട്ട് അത് വെട്ടിക്കളയാൻ തീരുമാനിച്ചു ഇസ്രായേൽ. കാര്യം മനസ്സിലാക്കേണ്ടത്, പിതാവ് സത്യത്തിന്റെയും നേരിന്റെയും പക്ഷത്ത് നിൽക്കാനും സ്നേഹത്തിന്റെ പക്ഷത്ത് നിൽക്കാനും കാരുണ്യത്തിന്റെ പക്ഷത്ത് നിൽക്കാനും ശ്രമിക്കുന്നു. അത് ലോകം അംഗീകരിക്കുന്നില്ല, യാഥാസ്ഥിതികവാദികൾക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല, അവർ തെറ്റായിട്ട് ധരിക്കുന്നു. ആ തെറ്റായ പ്രയോഗങ്ങൾ പലപ്പോഴും പിതാവിനെ ഈ ലോകത്തിന് മുൻപിൽ ഒരു വിവാദ നായകനാക്കി അവതരിപ്പിക്കുന്നു. ഇനി പാപ്പ വിശ്വാസത്തിനെതിരായി പറഞ്ഞു എന്ന കാര്യങ്ങളെക്കുറിച്ച് നരകം ഇല്ലാതാകും എന്ന് പാപ്പ പറഞ്ഞു എന്നാണ്. യഥാർത്ഥത്തിൽ പാപ്പ അങ്ങനെ പറഞ്ഞിട്ടില്ല. പാപ്പ പറഞ്ഞത് മറ്റൊരു കാര്യമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നരകത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ അവസാനം മനുഷ്യരെല്ലാവരും ഒന്നായിത്തീരുന്ന ഒരു പുതിയ ലോകത്തെക്കുറിച്ച് തന്നെ പറയുന്നത്.
നമ്മളെപ്പോഴും ഭയത്തിലും നിരാശയിലും പെട്ടുപോകാനല്ല സഭ പഠിപ്പിക്കുന്നത്. നമുക്കൊരു ഉദ്ധിതമായ സ്ഥാനമുണ്ടെന്നും ദൈവം വീണ്ടെടുപ്പിന്റെ ദൈവമാണെന്നും എല്ലാം പരിവർത്തിപ്പിക്കപ്പെടുമെന്നും ഒരു പുതിയ ലോകം ഉണ്ടാവുന്ന, അത് തന്നെയാണ് സഭയുടെ കാഴ്ചപ്പാട്. ഈശോ നമ്മെ പഠിപ്പിച്ചത് അതാണ്. നരകം ഒരു സ്ഥലമല്ല, ദൈവത്തിൽ നിന്നുള്ള ഒരു വിഘടനാവസ്ഥയാണ് നരകം എന്നാണ് പാപ്പ പറഞ്ഞത്. എൽ പൈസ് എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ പത്രത്തിന് നൽകിയ ഇന്റർവ്യൂവിലാണ് മാർപ്പാപ്പ അത് പറയുന്നത്. മാർപ്പാപ്പ പറഞ്ഞ ആശയം മാർപ്പാപ്പയുടേതല്ല, അത് സഭയുടെ പ്രബോധനാധികാരം പഠിപ്പിക്കുന്ന മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ നരകം ഇല്ല എന്ന് മാർപ്പാപ്പ പറഞ്ഞു, നരകം നശിക്കുമെന്ന് മാർപ്പാപ്പ പറഞ്ഞു എന്ന രീതിയിലേക്കായിട്ട് മാറ്റി. നരകത്തെ ഒരു ഭൗതിക സ്ഥലമായിട്ടല്ല കാണേണ്ടത്, സ്റ്റേറ്റ് ഓഫ് സെപ്പറേഷൻ ഫ്രം ദി ഗോഡ് എന്നാണ് കാണേണ്ടത് എന്ന കാര്യമാണ് മാർപ്പാപ്പ പറഞ്ഞത്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നയാൾ നരകാവസ്ഥയിലേക്കാണ് പോകുന്നത്, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ അതിനു പകരം മാർപ്പാപ്പ നരകം നശിക്കും എന്ന് പറഞ്ഞു എന്ന നിലയ്ക്കുള്ള പ്രചാരവേല ഉണ്ടായി. ദൈവം ആരെയും നരകത്തിലേക്ക് അയക്കുന്നില്ല, മനുഷ്യർ സ്വയം തിരഞ്ഞെടുക്കുന്നതാണ് നരകമെന്ന് മാർപ്പാപ്പ പറഞ്ഞു. മാധ്യമങ്ങൾ ഇത് പലതരത്തിൽ പ്രചരിപ്പിക്കും. വാസ്തവത്തിൽ ദൈവം നമുക്ക് എല്ലാവർക്കും രക്ഷാകരമായ അവസ്ഥയാണ് തന്നിട്ടുള്ളത്, രക്ഷയാണ് പ്രദാനം ചെയ്തിട്ടുള്ളത്. സകല മനുഷ്യരും രക്ഷപ്പെടണമെന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ദൈവം നമ്മെ തള്ളുകയല്ല, നാം തെരഞ്ഞെടുക്കുകയാണ്. നാം നരകത്തിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നരകം സ്വയം തെരഞ്ഞെടുക്കുന്നവരായിട്ട് നമ്മൾ മാറും. നമുക്ക് നാമേ പണിവത് നാഗവും നരകവും അതുപോലെ എന്ന് പറയില്ലേ. നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മൾ നരകത്തിന് അർഹരായി തീരുകയാണ് ചെയ്യുന്നത് എന്ന കാര്യമാണ് മാർപ്പാപ്പ ഉദ്ദേശിച്ചത്. ദൈവത്തിന്റെ അനന്തമായ കരുണയെ ഊന്നിപ്പറയുമ്പോഴും നരകം ഒരു ശിക്ഷാവസ്ഥയാണെന്ന കാര്യത്തിൽ സഭയുടെ നിലപാടിൽ നിന്ന് മാർപ്പാപ്പ മാറിയിട്ടില്ല. പക്ഷേ മാർപ്പാപ്പ അങ്ങനെ നിലപാടിൽ നിന്ന് വ്യതിചലിക്കുന്നു, സഭയുടെ പഠനങ്ങൾക്ക് വിരുദ്ധനായി മാറുന്നു എന്ന പ്രചാരവേല ഉണ്ടായി. ഈ പ്രതീതി നിർമ്മാണം മാധ്യമങ്ങളിലൂടെ ലോകത്തെമ്പാടും പ്രചരിപ്പിക്കപ്പെട്ടു, സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടു. നമുക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടൊരു നരകമല്ല, സ്വർഗമാണെന്നും എല്ലാവരും രക്ഷപ്പെടണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹമെന്നും ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് തന്നെയാണ് പാപ്പ പറഞ്ഞത്. പക്ഷെ പാപ്പ പറഞ്ഞപ്പോൾ നരകം ക്രമേണ ഇല്ലാതാകുന്നു എന്ന് മാർപ്പാപ്പ പറഞ്ഞു എന്ന നിലയ്ക്ക് വ്യാഖ്യാനിക്കപ്പെടുകയും മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തതാണ്. യാഥാർത്ഥ്യം മനസ്സിലാക്കണം. മാർപ്പാപ്പയെ വിമർശിക്കാൻ വേണ്ടി ഒരു പ്രതീതി നിർമ്മാണം, അദ്ദേഹം വചനവിരുദ്ധനാണ്, സഭാവിരുദ്ധനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പ്രവണതയാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുക. സ്വവർഗാനുരാഗികളോടും സ്വവർഗ വിവാഹിതരോടും അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല, സൗഹാർദ്ദപരമായ നിലപാട് സ്വീകരിച്ചു. പാപികളെ തള്ളിക്കളയാനല്ലോ, വീണുപോകുന്നവരെ തള്ളിക്കളയാനല്ലോ ക്രിസ്തു പഠിപ്പിച്ചത്, സഭ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരോട് സ്നേഹാർദ്രമായ ആർദ്രഹൃദയത്തോടുള്ള പ്രവർത്തനം ഉണ്ടാകണം. അതേസമയം തന്നെ സ്വവർഗ വിവാഹത്തെ സഭ അംഗീകരിച്ചിട്ടില്ല. പക്ഷെ മാർപ്പാപ്പ സ്വവർഗാനുരാഗികളുടെ പക്ഷത്താണെന്നും സ്വവർഗ ഭോഗികളുടെ പക്ഷത്താണെന്നും വരുത്തി തീർക്കുന്ന രീതിയിലുള്ള പ്രചാരവേലയാണ് ഉണ്ടായത്. മാർപ്പാപ്പ യഥാർത്ഥത്തിൽ കരുണയോടെ വീക്ഷിക്കണം അവരനെ, മറ്റുള്ളവരെ കുറ്റം പിടിക്കുകയും തരം താഴ്ത്തുകയും മനുഷ്യന്റെ മഹത്വത്തെ തരം താഴ്ത്തുന്ന പ്രവൃത്തി നമ്മളിൽ നിന്നുണ്ടാകരുതെന്നും അവരെ വിധിക്കാൻ നാം ആരാണെന്നുമാണ് മാർപ്പാപ്പ ചോദിച്ചത്. ആ ചോദ്യം നാം ചോദിക്കേണ്ടതാണ്. നമ്മുടെ ജീവിത ചുറ്റുവട്ടത്ത് കാണുന്ന കുറവും പോരായ്മയുള്ളവരായി നമുക്ക് തോന്നുന്നവരെ നമുക്ക് വിധിക്കാൻ അധികാരമില്ലെന്നും ദൈവം പറഞ്ഞ വാക്കാണ്. ഇവരെ വിധിക്കാൻ ഞാൻ ആരാണ്? ആനുകാലിക ലോകത്ത് സഭ തുറവിയുള്ളതായും സ്നേഹാർദ്രമായും മാറുന്നതിന് അടയാളമായിരുന്നു ഫ്രാൻസിസ് പാപ്പ പ്രകടിപ്പിച്ചത്. അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. മാർപ്പാപ്പ വിശ്വാസ വിരുദ്ധനാണെന്ന് വരുത്തി തീർക്കാൻ, വചന വിരുദ്ധനാണെന്ന് വരുത്തി തീർക്കാൻ, സഭയുടെ നിയമങ്ങൾക്കെതിരാണ് മാർപ്പാപ്പ എന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമായ ഒരു പ്രതീതി നിർമ്മാണം മാത്രമായിരുന്നു അത്. അത് ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടു. അനേകർ ഇക്കാര്യങ്ങളിൽ വിശ്വസിച്ചു പോകാനിടയായി. ദൈവം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു. അവരുടെ ലൈംഗിക ആകർഷണം എന്തായാലും ദൈവം സ്നേഹിക്കുന്നു. ദൈവം പാപികളെ സ്നേഹിക്കുന്നവനാണ്, ഒരാളെയും കൈവിടാത്തവനാണ്. അത് പറയുന്നതിൽ എന്താണ് പ്രശ്നം? പക്ഷേ പറഞ്ഞപ്പോ മാർപ്പാപ്പ ഇങ്ങനെ സ്വർഗാനുരാഗികളുടെയും സ്വർഗ ഭോഗികളുടെയും ഒക്കെ കൂടെയാണെന്ന് പക്ഷം ചേർക്കപ്പെട്ട് ചിന്തിക്കാനിടയായി. യേശുവിനെ കുറിച്ച് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, അവൻ ചുങ്കക്കാരുടെയും വേശ്യകളുടെയും സുഹൃത്താണ് എന്ന നിലയ്ക്കുള്ള പ്രചാരം യേശുവിനെ കുറിച്ച് അക്കാലത്തുണ്ടായി. അത് നമുക്ക് കാണാവുന്നതാണ്. സ്വർഗാനുരാഗികളോട് അനുകമ്പാപൂർവം പെരുമാറണമെന്നത് കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ചിന്റെ കാര്യമാണ്. 2358 വ്യക്തമായത് പറയുന്നുണ്ട്. സ്വവർഗ ആകർഷകത്വമുള്ളവരോട് അന്ധവിശ്വാസപൂർവ്വം പെരുമാറരുത്, വിധിയോടെ പെരുമാറരുത്. പലതരം കാരണങ്ങൾ അതിന്റെ പുറകിലുണ്ടാകാം. അവരുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ക്രോമസോം വ്യതിയാനങ്ങളുടെ ഫലമായിട്ടുണ്ടാകാം, പല കാര്യങ്ങളും അതിന്റെ പുറകിലുണ്ടാകാം. അതുകൊണ്ട് ആരെയും വിധിക്കരുത് എന്ന നിലയ്ക്കാണ് സഭയുടെ കാഴ്ചപ്പാട്. അത് തുറന്നു പറഞ്ഞ മാർപ്പാപ്പ അത് പറഞ്ഞ വാക്കുകളെ ചൊല്ലി മാർപ്പാപ്പയെ കുറ്റം വിധിക്കാനായി ഒരു പ്രതീതി നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്തത്. മാർപ്പാപ്പ
സ്വർഗാനുരാഗികളുടെ തോഴനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഉണ്ടായി. മാർപ്പാപ്പ എല്ലാവരുടെയും തോഴൻ തന്നെയാണ്. മാർപ്പാപ്പ ആരെയും തള്ളിക്കളഞ്ഞിട്ടില്ല. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ പൗരോഹിത്യം. ക്രിസ്തുവിന്റെ മാർഗം അതാണ്, വിശ്വാസത്തിന്റെ തലം അതാണ്. ആ പ്രവൃത്തിയാണ് മാർപ്പാപ്പ ചെയ്തത്. ഇനി വിശുദ്ധ മത്തായി 6:13 തർക്കമാണ്. ഞങ്ങളെ പരീക്ഷയിൽ ഉൾപ്പെടുത്തരുതേ എന്നാണ് പ്രാർത്ഥിച്ചിരുന്നത്. പരീക്ഷയിൽ ഉൾപ്പെടാൻ ഇടയാക്കരുതേ എന്നാക്കി മാറ്റി പാപ്പ. അപ്പൊ അത് മാർപ്പാപ്പ വചനത്തെ തെറ്റിക്കുകയാണെന്നാണ് പറയുന്നത്. ഭാഷാപരമായി എത്രത്തോളം വൈവിധ്യമുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിന്. ഒരു ഭാഷയിലുള്ളതുപോലെ അല്ല വേറൊരു ഭാഷയിൽ. അതിന്റെ കോണ്ടെക്സ്റ്റിലേക്കാണ് പോകേണ്ടത്. കോണ്ടെക്സ്റ്റ് എന്താണ്? പരീക്ഷയിൽ ദൈവം നമ്മെ ഉൾപ്പെടുത്തുമോ? ദൈവം നമ്മെ പരീക്ഷിക്കുമോ? യാക്കോബ് പറയുന്നുണ്ടല്ലോ, ദൈവം നമ്മെ പരീക്ഷിക്കുന്നില്ല. ദൈവം എങ്ങനെ നമ്മളെ പരീക്ഷിക്കണേ? നമ്മുടെ ആദ്യം അന്തമൊക്കെ അറിയാവുന്ന ദൈവം നമ്മെ പരീക്ഷിക്കുമോ? അപ്പൊ പരീക്ഷണങ്ങളിൽ നാം പെട്ടുപോകാൻ ഇടയാക്കാതിരിക്കാൻ ദൈവത്തിന്റെ കാരുണ്യം അഭ്യർത്ഥിക്കുന്ന പ്രാർത്ഥനയാക്കി അത് മാറേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കോണ്ടെക്സ്റ്റ് വൈസിലാണ് മാർപ്പാപ്പ അത് പറഞ്ഞത്. പക്ഷേ മാർപ്പാപ്പ വചനം തിരുത്തുന്നയാളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. ഓരോ ഭാഷയിലെയും വാക്കുകൾ നോക്കണം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു നാം വായിക്കുമല്ലോ. ഗ്രീക്ക് ബൈബിളിൽ വചനം എന്ന് പറയുന്നത് ലോഗോസ് എന്നാണ്. ലോഗോസിന്റെ അർത്ഥം വചനം എന്ന് മാത്രമല്ല, കാരണം എന്നർത്ഥമുണ്ട്, യുക്തി എന്നർത്ഥമുണ്ട്. ഇനി ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്നത് ഹിന്ദിയിൽ നോക്കിയേ. വചനമെന്നല്ല അവിടെ ശബ്ദ്, ആദിമേം ശബ്ദ, ശബ്ദ ഈശ്വർക്ക് സാധ്യത, അങ്ങനെയാണ്. ഇപ്പൊ ഭാഷാപരമായ വൈചിത്ര്യമോ മാറ്റങ്ങളോ അല്ല, അതിന്റെ ആത്യന്തികമായ അകപ്പൊരുൾ. ആ അകപ്പൊരുൾ കൂടുതൽ പ്രകാശിപ്പിക്കുന്നതായ പ്രാർത്ഥന മാറുമ്പോൾ പ്രാർത്ഥന ചെല്ലുന്നവർക്ക് അനുഭവമായി മാറും. മാർപ്പാപ്പ വചനം തിരുത്തി, അങ്ങനെയാണ് ഒരു ആക്ഷേപം. യഥാർത്ഥത്തിൽ ഈ കോണ്ടെക്സ്റ്റിലേക്ക് പോകാതെ ടെക്സ്റ്റ് ഓറിയന്റഡ് ആയി ഓർത്തഡോക്സ് ആയി ചിന്തിക്കുന്ന ആളുകൾ പുസ്തകത്തിനകത്താണ് ദൈവം എന്ന് കരുതുന്ന ആളുകളാണ്. പുസ്തകത്തിന്റെ ആത്യന്തികമായ പൊരുളായ ക്രിസ്തുവിലേക്ക് തിരിയാൻ കഴിയാത്തവരാണ് മാർപ്പാപ്പ ഇപ്രകാരം വിമർശിച്ചത്. യേശു ഏകരക്ഷകൻ എന്ന നിലപാട് ഫ്രാൻസിസ് പാപ്പ മാറ്റിയെന്നാണ് ഒരു വാദം. അപ്പോസ്തല പ്രവൃത്തികൾ 4:12, CCC 432 ഇവ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട് യേശുവാണ് ഏകരക്ഷകൻ. അതിലൊരു തർക്കമുള്ള കാര്യമല്ല. മാർപ്പാപ്പ അതിനെ നിർത്തിട്ടില്ല. പക്ഷേ മറ്റു പദങ്ങളിലും ദൈവം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 843, 846 പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ മതങ്ങളിലും സത്യത്തിന്റെ രശ്മികളുണ്ട് എന്ന് രക്ഷകന്റെ മിഷൻ എന്ന് ചാക്രിക ലേഖനത്തിലുണ്ട് പോൾ രണ്ടാമൻ മാർപ്പാപ്പ. മറ്റു മതങ്ങളൊക്കെ നശിച്ചു പോകുന്നവരാണ്, നാശോന്മുഖരാണെന്നല്ല പഠിപ്പിക്കുന്നത്. എല്ലാ മതങ്ങളിലും സത്യത്തിന്റെ രശ്മികളുണ്ട്. സത്യത്തിന്റെ പൂർണ്ണത യേശു ക്രിസ്തുവാണ്. ഏകരക്ഷകനാണ് ക്രിസ്തു എന്ന് പറയുമ്പോൾ ആ രക്ഷകനായ ക്രിസ്തുവിനെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്നവർ മറ്റുള്ളവരെ നിരാകരിക്കുന്നവരായി മാറുന്നുവെങ്കിൽ നിശ്ചയമായും രക്ഷകന്റെ സ്നേഹം പകർന്നു കൊടുക്കാൻ കഴിയില്ലാതെ പോകും. അപ്പൊ ശാഠ്യമുള്ള ഒരു മതമായി സഭയെ മാറ്റുന്ന മനോഭാവമുള്ളവരാണ് ഇത്തരത്തിൽ പ്രചാരവേലയുമായിട്ട് വന്നത്. യേശുവിനെ നിഷേധിക്കുന്നു, ഏകരക്ഷകൻ യേശുവാണെന്നതിനെ നിഷേധിക്കുന്നു മാർപ്പാപ്പ. വാസ്തവത്തിൽ മാർപ്പാപ്പ പ്രകാരം ഒരു പ്രവൃത്തിയല്ല ചെയ്തത്. മാർപ്പാപ്പ ഈ സത്യത്തെ കൂടുതൽ വെളിച്ചത്തിലേക്ക് കൊണ്ടിരുന്ന പ്രവൃത്തിയാണ് ചെയ്തത്. ദൈവം എല്ലാ മനുഷ്യനെ സ്നേഹിക്കുന്നുവെന്നും സത്യത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറയുന്നത് തെറ്റായ കാര്യമല്ല. അത് സഭയുടെ കാഴ്ചപ്പാട് തന്നെയാണ്. ഈ കാഴ്ചപ്പാട് അംഗീകരിക്കാത്ത മതസ്വഭാവമുള്ള ഈ ആചാരങ്ങൾക്കകത്ത്, അനുഷ്ഠാനങ്ങൾക്കകത്ത്, ഈ നിയമങ്ങൾക്കകത്ത് ജീവിക്കുന്നവർ മാത്രം രക്ഷപ്പെടുമെന്ന് പറയുന്ന ഒരു മതസ്വരൂപത്തിന്റെ ഭാവം ഉണ്ടല്ലോ. ആ മതസ്വരൂപത്തിന്റെ ഭാവം സഭയുടെ വിശാലമായ മനസാക്ഷിയെ പരിമിതപ്പെടുത്തുന്ന രീതിയിൽ മറച്ചു വെക്കുന്നു പലപ്പോഴും. അങ്ങനെ മറച്ചു വെക്കുന്നവരാണ്, ഓർത്തഡോക്സ് ആയിട്ട് ചിന്തിക്കുന്നവരാണ് മാർപ്പാപ്പ ഇങ്ങനെ യേശുവിന്റെ ഏകരക്ഷകത്വത്തെ നിഷേധിച്ചു എന്ന നിലയ്ക്ക് പ്രചരിപ്പിക്കാനിടയായി. യേശുവിനെ അറിയാൻ മറ്റുള്ളവർക്ക് കഴിയാതെ പോകുന്നുവെങ്കിൽ ഈ സത്യത്തെ വെളിപ്പെടുത്തുന്ന കാര്യത്തിൽ നമുക്ക് വീഴ്ചയുണ്ട എന്ന് വേണം കരുതാൻ. അല്ലാതെ അത് യേശുവിനെ നിഷേധിക്കുന്ന കാര്യമായിട്ടല്ല മാർപ്പാപ്പ ഉദ്ദേശിച്ചത്. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കാൻ ഇടയാകുമെന്നും പ്രചാരവേലകളുണ്ടായി. ഇനിയൊരു വാദമുള്ളത് എല്ലാവരും ദൈവമക്കളാണ് എന്ന് പറയുമ്പോൾ അത് നിഷേധിക്കുന്നതാണ്. ഒരു പിതാവിൽ നിന്നുണ്ടായവരല്ല എല്ലാവരും ഒരേ പിതാവിന്റെ മക്കളാണ്, എല്ലാവരും ദൈവമക്കളാണ്. അപ്പൊ യോഹന്നാൻ 1:12 പറയുന്നുണ്ടല്ലോ, തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകിയെന്ന്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ശരിയാവണേ? ചോദ്യം ന്യായം. എല്ലാവർക്കും ദൈവമക്കളുടെ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിക്കണം. ഓൾറെഡി എല്ലാവരും ദൈവമക്കളാണ്. അത് അനുഭവതലത്തിൽ വരുമ്പോഴാണ് ഒരു ജീവിത യാഥാർത്ഥ്യമായിട്ട് മാറുക. ആ അനുഭവതലത്തിലേക്ക് വരാൻ ക്രിസ്തുവിനെ സ്വീകരിക്കാതെ സാധ്യമല്ല. ഒരു ആദി മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമാണല്ലോ എല്ലാവരും ഉണ്ടായത്. ആ ഉണ്ടായതിന്റെ പിഴവുകളൊക്കെ തീർത്താണല്ലോ ഒരു പുതിയ മനുഷ്യൻ ഉണ്ടായത്. ആ പുതിയ മനുഷ്യൻ യേശു ക്രിസ്തുവാണല്ലോ.
അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ അവനിലാണ് സമ്പൂർണ്ണത എന്നിരിക്കെ എല്ലാ മനുഷ്യരെയും ദൈവമക്കളായി കാണുമ്പോഴല്ലേ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റൂ, സാഹോദര്യം പുലർത്താൻ പറ്റൂ. ഉച്ചനീചത്വങ്ങൾ അവസാനിക്കുന്ന സാമൂഹ്യ ക്രമം ഉണ്ടാകുന്നത് വിശ്വാസത്തിന്റെ ഈ ഔന്നത്യത്തിലല്ലേ. ഇങ്ങനെ മാർപ്പാപ്പ പറഞ്ഞതൊക്കെ മാനുഷികമായ സൗഹാർദ്ദത്തെക്കുറിച്ച്, പാരസ്പര്യത്തെക്കുറിച്ച്, സ്നേഹ ബഹുമാനങ്ങളെക്കുറിച്ച്, എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ടതിനെ കുറിച്ച്, ആരെയും തള്ളിക്കളയാത്തതിനെ കുറിച്ച് ഒക്കെ ആയിരുന്നു. അത് അംഗീകരിക്കാൻ കഴിയാത്ത മതമെന്ന ഷഡ്യത്തിൽ ഉറച്ചു പോകുന്ന യാഥാസ്ഥിതികവാദത്തിന്റെ ആളുകൾ സഭയ്ക്കകത്ത് നിന്ന് മാർപ്പാപ്പയെ വിമർശിച്ചു. അതേസമയം തന്നെ സഭയുടെ നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ കഴിയാത്തത് കൊണ്ട് മാർപ്പാപ്പ സഭയുടെ നിലപാടുകൾ മുറുകെ പിടിച്ചപ്പോൾ ലോകം മുഴുവൻ മാർപ്പാപ്പ ഒരു യാഥാസ്ഥിതികനായ ആളാണെന്ന് വിമർശിച്ചു. മാർപ്പാപ്പ ഇസ്ലാമിലെ സഹോദരങ്ങളുമായി കൈകോർത്ത് പിടിച്ചപ്പോൾ വത്തിക്കാൻ കൗൺസിൽ രേഖകളെ പ്രാവർത്തികമാക്കുകയാണ് ചെയ്തത്. പക്ഷേ അത് സഭയ്ക്കകത്തുള്ള ആളുകൾ വത്തിക്കാൻ കൗൺസിൽ രേഖകളെയോ സഭാ പഠനങ്ങളെയോ മാനിക്കാത്തവർ അത് സഭാവിരുദ്ധ പ്രവർത്തനമായി കണ്ടു മാർപ്പാപ്പയെ ആക്ഷേപിക്കാനിടയായി. ഇപ്രകാരം വിവാദങ്ങളുടെ നായകനായിട്ടാണ് മാർപ്പാപ്പ നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് മാർപ്പാപ്പ ലോക ചരിത്രത്തിനകത്ത് എന്നും നിലനിൽക്കുന്ന സജീവമായ സാന്നിധ്യമായിരിക്കും എന്നതിന്റെ അടയാളമാണ്. ഫ്രാൻസിസ് രണ്ടാം ക്രിസ്തുവായി ലോകത്ത് എന്നും നിലനിൽക്കുന്നത് പോലെ ഏത് സമ്പന്നതയുടെ നടുവിലും ഏത് ജീവിത വ്യവഹാരങ്ങൾക്കകത്തും ചൈതന്യമായി ശോഭിക്കുന്നത് പോലെ ക്രിസ്തു ഒരടയാളമായി എന്നും വിവാദ വിഷയമായി നിലനിൽക്കുന്നത് പോലെ ഫ്രാൻസിസും നിലനിൽക്കും. ഫ്രാൻസിസ് പാപ്പ തന്റെ ഏറ്റവും ലളിതമായ അവസാനത്തെ ആഗ്രഹങ്ങളിലൊന്ന് ശവകുടീരത്തിൽ ഫ്രാൻസിസ് എന്നെഴുതണമെന്നായിരുന്നു. മറ്റൊന്നും എഴുതരുത്, ഫ്രാൻസിസ് എന്നെഴുതണം. നിങ്ങൾ ഓർത്തു നോക്കണം, ഒന്നുമല്ലാതായി തീരാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം എല്ലാമായി തീരുകയാണ് ദൈവത്തിൽ ഫ്രാൻസിസ് പാപ്പ. അതുകൊണ്ട് ആര് നിഷേധിച്ചാലും ആർക്കും നിഷേധിക്കാനാവാത്ത സജീവ യാഥാർത്ഥ്യമായി ഫ്രാൻസിസ് പാപ്പ നമ്മോട് കൂടെയുണ്ട്. പാപ്പയുടെ ജീവിതം നമ്മുടെ മുമ്പിൽ വരച്ചിട്ട ഒരു വരകളും വ്യർത്ഥമാകില്ല. ലോക ചരിത്രത്തിൽ അത് അടയാളങ്ങളായിട്ട് മാറും എന്ന് കാണുന്നു. ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് പാപ്പയുടെ അന്ത്യശുശ്രൂഷകൾ ശനിയാഴ്ച നടക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ലോകം കാണുക വിശുദ്ധനായി ജീവിച്ച അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം ദൈവസന്നിധി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.